ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥാ അതിജീവന കാർഷിക മൂല്യശൃംഖല ആധുനികവൽക്കരണം അഥവാ കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലും വിവിധ കാർഷിക പദ്ധതികളും നിമിത്തം മികച്ച പുരോഗതി കൈവരിക്കാൻ കാർഷിക മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 1200 ഹെക്ടറിൽ അധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയും പച്ചക്കറി കൃഷി കഴിഞ്ഞ 10 വർഷ കാലയളവിൽ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും നാണ്യവിളകളുടെ വില തകർച്ചയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ വിപുലമായ നടപടികളും സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയും പാരിസ്ഥിതിക പ്രത്യേകതകളും കാരണം നമ്മുടെ കാർഷിക മേഖല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾക്ക് വൻതോതിൽ വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനത്തെ മാത്രമല്ല കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക, കൃഷിയെ കൂടുതൽ ലാഭകരമാക്കുക എന്നീ ഉദ്ദേശലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ്, കാർഷിക സർവകലാശാല, ജലവിഭവ വകുപ്പ്, കിൻഫ്ര, സ്റ്റാർട്ടപ്പ് മിഷൻ, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, കോഫി ബോർഡ് തുടങ്ങി വിവിധ ഏജൻസികളുമായി ഒന്നിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേര അഥവാ കേരള കാലാവസ്ഥാ അതിജീവന കാർഷിക മൂല്യശൃംഖല നവീകരണ പദ്ധതി. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കാർഷിക മേഖലാ നവീകരണമാണ് കേര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖല നേരിടുന്ന കാലാവസ്ഥാ ഭീഷണികളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു കാലാവസ്ഥാ ആഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും അവ കേരളത്തിലെ 23 കാർഷിക പാരിസ്ഥിതിക മേഖലകളുമായി ബന്ധിപ്പിച്ച് നൂതന കൃഷിരീതികളുടെ ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ ഗവേഷണങ്ങൾ വഴി ഉരുത്തിരിയുന്ന കാലാവസ്ഥാ അതിജീവന കൃഷിരീതികളും സാങ്കേതിക വിദ്യകളും നിലവിലുള്ള കാർഷിക രീതികൾ അഥവാ പാക്കേജ് ഓഫ് പ്രാക്ടീസസിൽ ഉൾപ്പെടുത്തി അവ പരിഷ്കരിക്കുകയും കർഷകർക്ക് വിവിധ വിജ്ഞാന വ്യാപന മാർഗങ്ങളിലൂടെ പകർന്നു നൽകുകയും ചെയ്യുന്നു. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുകയും വിജ്ഞാന വ്യാപനത്തിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടത്തുന്നു. സംസ്ഥാനത്തുടനീളമുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വഴി കാലാവസ്ഥാ വിവരങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി സമയബന്ധിതമായ വിവരങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും വിള ഇൻഷുറൻസ് പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ നിലവിൽ കൃഷി ചെയ്യുന്ന 20,000 ഹെക്ടർ വരുന്ന നെൽപ്പാടങ്ങളിൽ കാർബൺ നിർഗമനം കുറയ്ക്കുന്നതിനുള്ള ഇടവിട്ടുള്ള നനരീതി അഥവാ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് വിദ്യ കേര പദ്ധതി വഴി ആവിഷ്കരിക്കുകയും അതുവഴി ജലത്തിൻ്റെ വിനിയോഗം കുറച്ച് എല്ലാ കർഷകരെയും ജലസമൃദ്ധിയിലേക്ക് നയിക്കുവാനും സാധിക്കുന്നു. മലമ്പുഴ ഇടതു കനാൽ നവീകരണത്തിനായി 200 കോടി രൂപ വകയിരുത്തുകയും ജലസേചനം മെച്ചപ്പെടുത്തി കൂടുതൽ കൃഷിഭൂമി ഫലഭൂയിഷ്ഠമാക്കുവാനും ലക്ഷ്യമിടുന്നു. നമ്മുടെ തോട്ടവിളകൾക്ക് പുതുജീവൻ നൽകുവാൻ വേണ്ടി സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ് എന്നിവയുടെ പിന്തുണയോടെ കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് പുനർനടിയിൽ നടത്തി 57,000-ഓളം കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇതോടൊപ്പം കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകി ഗുണമേന്മയുള്ള തൈകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. വയനാട്ടിലെ കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 1,10,000 രൂപ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ, ഇടുക്കിയിലെ ഏലം കർഷകർക്ക് 1,00,000 രൂപ എന്നിങ്ങനെ ഒരു കർഷകന് പരമാവധി 2 ഹെക്ടർ വരെ പുനർനടിയിലിന് ആനുകൂല്യങ്ങൾ ലഭിക്കും. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും സുസ്ഥിര വിപണിയും ഉറപ്പുവരുത്തുന്നതിനായി ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളും അഗ്രി ബിസിനസ് പ്ലേയേഴ്സുമായി ചേർന്ന് കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കുന്ന 150 പ്രൊഡക്റ്റീവ് അലയൻസ്
അഥവാ ഉൽപാദക സഖ്യങ്ങൾ നാട്ടിലെങ്ങും സുശക്തമായ കാർഷിക വിപണികളായി മാറുന്നു. കേരളത്തിലെ 1,00,000 ഹെക്ടർ തരിശായി കിടക്കുന്ന ഭൂമി കാർഷിക ഭൂമിയായി പരിണമിക്കുവാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഭൂമിയില്ലാതെ കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും തരിശുഭൂമിയിൽ നിന്നും കാർഷിക വൃദ്ധിയിലൂടെ ആദായമുണ്ടാക്കാൻ കഴിയുന്ന നവോധൻ പദ്ധതി. ഈ പദ്ധതി പ്രധാനമായും പഴം, പച്ചക്കറി എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാർഷിക മേഖലയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് മുന്നോട്ട് വരുന്ന പുത്തൻ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കേര പദ്ധതിയിലൂടെ സഹായം നൽകുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾക്കായി നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ കർഷകർ സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ വരെ സഹായം നൽകുന്നതിന് പദ്ധതി വിഭാവനം ചെയ്യുന്നു. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി അഗ്രി പാർക്കുകൾ സ്ഥാപിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് നൽകുന്നതിനും സംസ്കരണത്തിനുള്ള ആധുനിക സൗകര്യങ്ങളും ഒരുക്കും. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ 250 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അഥവാ MSMEകൾക്ക് 90 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. ഇതുവഴി കാർഷിക മേഖലയിൽ 5000-ഓളം നൂതന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷി, അഭിവൃദ്ധി കൈവരിക്കുന്ന കർഷകർ എന്ന ലക്ഷ്യം മുൻനിർത്തി വിഭാവനം ചെയ്തിട്ടുള്ള കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പഠിച്ച ഡിഗ്രി വെച്ചിട്ട് വേറെ വല്ല ജോലിക്കും പോകാനുള്ളതിന് കൃഷിയെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തായി മോനെ? ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ചെയ്യാൻ ഇറങ്ങിയ ഈ തോറ്റുപോകത്തുള്ളൂ. ഇങ്ങനെ വേറെ ജോലി നോക്ക്. എങ്ങനെയാ ചേട്ടാ ഇത്രയും നല്ലൊരു വിളവ് കിട്ടിയത്? കൃഷി ഭാഗ്യം കൊണ്ടല്ല മോനെ, അറിവ് കൊണ്ടാണ്. അതിന് നീ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരയെ കുറിച്ച് അറിയണം. അതിന് നിന്നെ നമ്മുടെ കൃഷി ഓഫീസർ സഹായിക്കും. നീ നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. ശരിയായ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ. ഇപ്പോൾ കൃഷി പഴയ പോലെയല്ല, ശാസ്ത്രീയമായി ചെയ്യണം. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വിളകൾ, മണ്ണ് പരിശോധന, ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ, ഇതിൽ നിന്നെല്ലാം പ്രതികൂല കാലാവസ്ഥയെ എങ്ങനെ അതിജീവിക്കാം എന്ന് മനസ്സിലാക്കാം. సితరాల మనసున జిల్లగబోతుందవో చూడగబోతుందవో కిల్ల చిన్నదాని నీలు సితరాల మనసుకు చూడగబోస్తావో సితరాల మనసున జిల్లగబోతుందవో చూడగబోతుందవో కిల్ల చిన్నదాని నీలు సితరాల మనసుకు చూడగబోస్తావో ఓ పిలగయింగడేషు చూడగబోతుందవో కానగబోతుందవో నా పిలగయింగడేషు చూడగబోతుందవో కానగబోతుందవో ఆందాల గుమ్మని వాచగబోతుందవో అలసగబో
മനസ്സനവരിക്കുന്നതോ അന്തരതി തേഞ്ഞൊരു വസ്തി വസ്തു നിന്നിരുന്ന നിന്നിലൊരു വസ്തുവിലേ നോവേനെ കാത്തു കണ്ണി പോരാ ഉന്നീസി നീ വസ്തവാനി നീ വസ്തവാ ഓ വിലകയങ്കടേഷു ഓ വിലകയങ്കടേഷു അരകയോ വിലകയങ്കടേഷു താനാനി നന്നാനി നാനി നന്നാനി താനാനി നന്നാനി ഓ താനാനി നന്നാനി നാനി നന്നാനി താനാനി നന്നാനി. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത കാലം ആലിബാബയും കള്ളന്മാരും 1975 ഇറങ്ങിയ മലയാള സിനിമ. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വയലാർ ദേവരാജ ടീമിന്റെ മോഹനരാഗത്തിലുള്ള ഒരു ഗാനമാണ്. മലയാള സിനിമയിൽ മോഹനരാഗത്തിൽ ധാരാളം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവരാജൻ മാസ്റ്റർ. ജയേട്ടൻ പാടിയ 3 പേരും നമ്മളോടൊപ്പമില്ല. 3 പേർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഞാനിവിടെ സമർപ്പിക്കുന്നു. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബിക്കൻ പൊടി അഴകിൻ പൂമ്പൊടിയാരുണി ആരുണി ആരുണി റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബിക്കൻ പൊടി അഴകിൻ പൂമ്പൊടിയാരുണി ആരുണി ആരുണി റംസാനിലെ ചന്ദ്രികയോ. തേജോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. തേജോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. മുന്തിരി ചൊടിതൾ വിടർത്തു എന്നെ നീ മന്ദസ്മിതത്തിൻ മടിയിലുറങ്ങാൻ അനുവദിക്കൂ. ഇടം കൈ നിന്റെ ഇടം കൈ എൻ്റെ വിടർന്ന മാറിലെ പടരുന്ന പൂവള്ളിയാക്കൂ പൂവള്ളിയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബിക്കൻ പൊടി അഴകിൻ പൂമ്പൊടിയാരുണി ആരുണി ആരുണി റംസാനിലെ ചന്ദ്രികയോ. ഏതോ ചേതോ ഹരമാമര എന്നെ തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ. ഏതോ ചേതോ ഹരമാമര എന്നെ തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ. മഞ്ഞിൻ്റെ മുഖ
മുഖപടമൊഴിക്കൂ, എന്നെ നിൻ മാദകഗന്ധം നുകർന്നു കിടക്കാൻ അനുവദിക്കൂ. വലം കൈ, നിന്റെ വലം കൈ എന്റെ തലയ്ക്കു കീഴിലെ തളിരിന്റെ തലയിണയാക്കൂ, തലയിണയാക്കൂ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ, അറബി പെൺകൊടി അഴകിൻ പെൺകൊടിയാരു നീ, ആരു നീ, ആരു നീ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ, അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടിയാരു നീ, ആരു നീ, ആരു നീ. റംസാനിലെ ചന്ദ്രികയോ. ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യശൃംഖല ആധുനികവൽക്കരണം അഥവാ കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലും വിവിധ കാർഷിക പദ്ധതികളും നിമിത്തം മികച്ച പുരോഗതി കൈവരിക്കാൻ കാർഷിക മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 1200 ഹെക്ടറിൽ അധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയും പച്ചക്കറി കൃഷി കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും നാണ്യവിളകളുടെ വില തകർച്ചയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ വിപുലമായ നടപടികളും സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയും പാരിസ്ഥിതിക പ്രത്യേകതകളും കാരണം നമ്മുടെ കാർഷിക മേഖല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾക്ക് വൻതോതിൽ വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനത്തെ മാത്രമല്ല കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക, കൃഷിയെ കൂടുതൽ ലാഭകരമാക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ്, കാർഷിക സർവകലാശാല, ജലവിഭവ വകുപ്പ്, കിൻഫ്ര, സ്റ്റാർട്ടപ്പ് മിഷൻ, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, കോഫി ബോർഡ് തുടങ്ങി വിവിധ ഏജൻസികളുമായി ഒന്നിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേര അഥവാ കേരള കാലാവസ്ഥാ അതിജീവന കാർഷിക മൂല്യശൃംഖല നവീകരണ പദ്ധതി. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കാർഷിക മേഖലാ നവീകരണമാണ് കേര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖല നേരിടുന്ന കാലാവസ്ഥാ ഭീഷണികളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു കാലാവസ്ഥാ ആഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും അവ കേരളത്തിലെ 23 കാർഷിക പാരിസ്ഥിതിക മേഖലകളുമായി ബന്ധിപ്പിച്ച് നൂതന കൃഷിരീതികളും ഗവേഷണം നടത്തിവരുന്നു. ഈ ഗവേഷണങ്ങൾ വഴി ഉരുത്തിരിയുന്ന കാലാവസ്ഥാ അതിജീവന കൃഷിരീതികളും സാങ്കേതിക വിദ്യകളും നിലവിലുള്ള കാർഷിക രീതികൾ അഥവാ പാക്കേജ് ഓഫ് പ്രാക്ടീസസിൽ ഉൾപ്പെടുത്തി അവ പരിഷ്കരിക്കുകയും കർഷകർക്ക് വിവിധ വിജ്ഞാന വ്യാപന മാർഗങ്ങളിലൂടെ പകർന്നു നൽകുകയും ചെയ്യുന്നു. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുകയും വിജ്ഞാന വ്യാപനത്തിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടത്തുന്നു. സംസ്ഥാനത്തുടനീളമുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വഴി കാലാവസ്ഥാ വിവരങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി സമയബന്ധിതമായ വിവരങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും വിള ഇൻഷുറൻസ് പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിലവിൽ കൃഷി ചെയ്യുന്ന 20,000 ഹെക്ടർ വരുന്ന നെൽപ്പാടങ്ങളിൽ കാർബൺ നിർഗമനം കുറയ്ക്കുന്നതിനുള്ള ഇടവിട്ടുള്ള നനരീതി അഥവാ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് വിദ്യ കേര പദ്ധതി വഴി ആവിഷ്കരിക്കുകയും അതുവഴി ജലത്തിൻ്റെ വിനിയോഗം കുറച്ച് എല്ലാ കർഷകരെയും ജലസമൃദ്ധിയിലേക്ക് നയിക്കുവാനും സാധിക്കുന്നു. മലമ്പുഴ ഇടതു കനാൽ നവീകരണത്തിനായി 200 കോടി രൂപ വകയിരുത്തുകയും ജലസേചനം മെച്ചപ്പെടുത്തി കൂടുതൽ കൃഷിഭൂമി ഫലഭൂയിഷ്ടമാക്കുവാനും ലക്ഷ്യമിടുന്നു. നമ്മുടെ തോട്ടവിളകൾക്ക് പുതുജീവൻ നൽകുവാൻ വേണ്ടി
സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ് എന്നിവയുടെ പിന്തുണയോടെ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് പുനർനടിയിൽ നടത്തി 57,000-ഓളം കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇതോടൊപ്പം കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകി ഗുണമേന്മയുള്ള തൈകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. വയനാട്ടിലെ കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 1,10,000 രൂപ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ, ഇടുക്കിയിലെ ഏലം കർഷകർക്ക് 1,00,000 രൂപ എന്നിങ്ങനെ ഒരു കർഷകന് പരമാവധി 2 ഹെക്ടർ വരെ പുനർനടീലിന് ആനുകൂല്യങ്ങൾ ലഭിക്കും. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും സുസ്ഥിര വിപണിയും ഉറപ്പുവരുത്തുന്നതിനായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും അഗ്രി ബിസിനസ് പ്ലേയേഴ്സുമായി ചേർന്ന് കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കുന്ന 150 പ്രൊഡക്റ്റീവ് അലയൻസ് അഥവാ ഉൽപ്പാദക സഖ്യങ്ങൾ നാട്ടിലെങ്ങും സുശക്തമായ കാർഷിക വിപണികളായി മാറുന്നു. കേരളത്തിലെ 1,00,000 ഹെക്ടർ തരിശായി കിടക്കുന്ന ഭൂമി കാർഷിക ഭൂമിയായി പരിണമിക്കുവാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഭൂമിയില്ലാതെ കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും തരിശുഭൂമിയിൽ നിന്നും കാർഷിക വൃദ്ധിയിലൂടെ ആദായമുണ്ടാക്കാൻ കഴിയുന്ന നവോധൻ പദ്ധതി. ഈ പദ്ധതി പ്രധാനമായും പഴം, പച്ചക്കറി എന്നിവയുടെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാർഷിക മേഖലയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് മുന്നോട്ട് വരുന്ന പുത്തൻ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കേര പദ്ധതിയിലൂടെ സഹായം നൽകുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾക്കായി നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ കർഷകർ സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ വരെ സഹായം നൽകുന്നതിന് പദ്ധതി വിഭാവനം ചെയ്യുന്നു. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി അഗ്രി പാർക്കുകൾ സ്ഥാപിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് നൽകുന്നതിനും സംസ്കരണത്തിനുള്ള ആധുനിക സൗകര്യങ്ങളും ഒരുക്കും. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ 250 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അഥവാ MSMEകൾക്ക് 90 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. ഇതുവഴി കാർഷിക മേഖലയിൽ 5,000-ഓളം നൂതന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന കൃഷി, അഭിവൃദ്ധി കൈവരിക്കുന്ന കർഷകർ എന്ന ലക്ഷ്യം മുൻനിർത്തി വിഭാവനം ചെയ്തിട്ടുള്ള കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ലോകബാങ്കിൻ്റെ സഹകരണത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യശൃംഖല ആധുനികവൽക്കരണം അഥവാ കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലും വിവിധ കാർഷിക പദ്ധതികളും നിമിത്തം മികച്ച പുരോഗതി കൈവരിക്കാൻ കാർഷിക മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 1,200 ഹെക്ടറിൽ അധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയും പച്ചക്കറി കൃഷി കഴിഞ്ഞ 10 വർഷ കാലയളവിൽ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും നാണ്യവിളകളുടെ വില തകർച്ചയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ വിപുലമായ നടപടികളും സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയും പാരിസ്ഥിതിക പ്രത്യേകതകളും കാരണം നമ്മുടെ കാർഷിക മേഖല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾക്ക് വൻതോതിൽ വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനത്തെ മാത്രമല്ല കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുന്നു.
പുതുവസന്തത്തിന്റെ കാറ്റ്. സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു കാർഷിക വികസന പദ്ധതിക്ക് ചേർത്തലയിലെ കാർഷിക മണ്ണിൽ ഇന്ന് തുടക്കമാവുന്നു. ലോക ബാങ്കിന്റെ സഹകരണത്തോടെ 2595 കോടി രൂപയുടെ പദ്ധതിയാണ് കേരള കാലാവസ്ഥാ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതി അഥവാ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോഗ്രാം. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ ബൃഹത് പദ്ധതി കേര എന്ന പേരിൽ അറിയപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക, കൃഷിയെ കൂടുതൽ ലാഭകരമാക്കുക എന്നതാണ് കേരയുടെ ലക്ഷ്യം. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ്, കാർഷിക സർവകലാശാല, ജലവിഭവ വകുപ്പ്, കിൻഫ്ര, സ്റ്റാർട്ടപ്പ് മിഷൻ, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, കോഫി ബോർഡ് തുടങ്ങിയ ഏജൻസികൾ ഒന്നിക്കുന്ന ബൃഹത്തായ സംരംഭം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തോളം കർഷകർ നേരിട്ടും 10 ലക്ഷത്തോളം കർഷകർ പരോക്ഷമായും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവും. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതികൾ നടപ്പിലാക്കാൻ കേരളത്തെ 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളായി തിരിച്ച് കാലാവസ്ഥയ്ക്കനുസൃതമായ കൃഷിരീതികൾ വികസിപ്പിക്കുന്നു. തൃശൂരിലും പാലക്കാട്ടും കുറഞ്ഞ കാർബണോദ്വമനമുള്ള നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നത് ഈ പദ്ധതിയുടെ സവിശേഷതകളിൽ ഒന്നാണ്. 20,000 ഹെക്ടറിൽ ഇടവിട്ടുള്ള നനരീതി അഥവാ ഓൾട്ടർനേറ്റീവ് വെറ്റിംഗ് ആൻഡ് ഡൈയിങ് കൃഷി വ്യാപിപ്പിക്കും. ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്ന ഈ രീതി നെൽകൃഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. മലമ്പുഴ ഇടതു കനാൽ നവീകരണത്തിനായി 200 കോടി രൂപ വകയിരുത്തി ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തി കൂടുതൽ കൃഷിഭൂമി ഫലഭൂയിഷ്ടമാക്കും. നമ്മുടെ തോട്ടവിളകൾക്ക് പുതുജീവൻ പകരുവാൻ വേണ്ടി സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, കോഫി ബോർഡ് എന്നിവയുടെ കൂടി പിന്തുണയോടെ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് പുനർനടിയിൽ നടത്തി 57,000-ഓളം കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് കേരയുടെ മുഖ്യ ആകർഷണമാണ്. ഇതോടൊപ്പം കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകി ഗുണമേന്മയുള്ള തൈകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. വയനാട്ടിലെ കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 1,10,000 രൂപ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ, ഇടുക്കിയിലെ ഏല കർഷകർക്ക് ഹെക്ടറിന് 1,00,000 രൂപ എന്നിങ്ങനെ ഒരു കർഷകന് പരമാവധി 2 ഹെക്ടർ വരെ പുനർനടിയിലിന് ആനുകൂല്യം ലഭിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും സുസ്ഥിര വിപണിയും ഉറപ്പുവരുത്തുന്നതിനായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും ആഗ്രി ബിസിനസ് പ്ലേയേഴ്സുമായി ചേർന്ന് കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കുന്ന 150 പ്രൊഡക്റ്റ് അലയൻസ് അഥവാ ഉൽപാദക വിപണന സഖ്യങ്ങൾ നാട്ടിലെങ്ങും സുശക്തമായ കാർഷിക വിപണികളായി മാറുന്നു. കേരളത്തിലെ 1,00,000 ഹെക്ടർ തരിശായി കിടക്കുന്ന ഭൂമി കാർഷിക ഭൂമിയായി പരിണമിക്കുവാൻ ഉദ്ദേശിച്ചുള്ള നവോധൻ പദ്ധതിയാണ് കേരയുടെ മറ്റൊരു പ്രധാന ആകർഷണം. ഭൂമിയില്ലാതെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും തരിശു ഭൂമിയിൽ നിന്നും കാർഷിക വൃത്തിയിലൂടെ ആദായമുണ്ടാക്കുവാൻ കഴിയുന്ന നവോധൻ പദ്ധതി പ്രധാനമായും നമ്മുടെ പഴം, പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. കാർഷിക മേഖലയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് മുന്നോട്ട് വരുന്ന പുത്തൻ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കേര പദ്ധതിയിലൂടെ സഹായം നൽകുന്നു. പ്രശ്ന പരിഹാരങ്ങൾക്കായി നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങൾ കർഷകർ സ്വീകരിക്കുന്ന രൂപത്തിൽ കൊണ്ടുവരുന്നതിന് 25 ലക്ഷം രൂപ വരെ സഹായം നൽകുന്നതിന് പദ്ധതി വിഭാവനം ചെയ്യുന്നു. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി അഗ്രി പാർക്കുകൾ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് നൽകുന്നതിനും സംസ്കരണത്തിനുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ 250 സൂക്ഷ്മ, ചെറുകിട, ഇടതരം സംരംഭങ്ങൾക്ക് 1 കോടി രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. കാർഷിക മേഖലയിൽ 5,000-ഓളം നൂതന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കാർഷിക സംരംഭകത്വവും വ്യവസായവും വ്യാപനവും യുവതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ തുറന്നു നൽകും. അതിജീവനത്തിന്റെ കൃഷി, അഭിവൃദ്ധിയോടെ കർഷകൻ എന്ന സന്ദേശവുമായി കേരളത്തിന്റെ കാർഷിക ചരിത്രത്തിൽ തന്നെ നിർണായക ചുവടുവയ്പാണ് കേര ലക്ഷ്യമിടുന്നത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കേരയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kera.kerala.gov.in സന്ദർശിക്കുക. നമുക്കൊന്നിച്ച് കെട്ടിപ്പടുക്കാം നവകേരളത്തിന്റെ കാർഷിക ഭാവി. കേരളത്തിന്റെ കൃഷിയിടങ്ങളിൽ ഇനി പുതുവസന്തത്തിന്റെ കാറ്റ്. സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു കാർഷിക വികസന പദ്ധതിക്ക് ചേർത്തലയിലെ കാർഷിക മണ്ണിൽ സുസ്ഥിരത കൃഷി, സുസ്ഥിരത കേരളം. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രി ബിസിനസ്സും ഭക്ഷ്യവ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്ന വലിയ മുന്നേറ്റം. ഒരു സംരംഭം തുടങ്ങാൻ ലാൻഡ് ഇല്ലാതെ വിഷമിക്കുകയാണോ നിങ്ങൾ? അഗ്രി പാർക്കിലേക്ക് വരൂ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സൗകര്യങ്ങളോടെ ഇഷ്ടമുള്ള സ്ഥലം ലീസിനെടുക്കൂ. 150 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ, ഫണ്ടിംഗ്, ഡിജിറ്റൽ സേവനങ്ങൾ.
അഗ്രി ഫുഡ് MSMEകൾക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ ശക്തമായ പിന്തുണ. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ MSME എടുക്കുന്നതിലൂടെ കർഷകന് മികച്ച വരുമാനവും ലഭിക്കുന്നു. സമഗ്ര അഗ്രി ഫുഡ് പാർക്കുകൾ, എല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ. കർഷകനിൽ നിന്ന് വിപണിയിലേക്ക് കൂടുതൽ മൂല്യം, കൂടുതൽ അവസരങ്ങൾ. സുസ്ഥിരത കൃഷി, സുസ്ഥിരത കേരളം. നാട്ടിലേക്ക് മടങ്ങിയ ശേഷം ഫാമിംഗ് തുടങ്ങാൻ എങ്ങനെ തോന്നി? ഇത്രയും നല്ല വിളവെടുപ്പും ലാഭവും നേടാൻ എങ്ങനെ കഴിഞ്ഞു? എന്തായിരുന്നു ഇതിന് പിന്നിലെ പ്രചോദനം? 18 വർഷം ഗൾഫിൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഏത് ബിസിനസ് ചെയ്യണമെന്ന് ഒരുപാട് ആലോചിച്ചു. അവസാനമാണ് ഞാൻ ഫാമിംഗ് തുടങ്ങാൻ തീരുമാനിച്ചത്. ആദ്യമൊക്കെ കാലാവസ്ഥ വ്യതിയാനവും കീടാണുശല്യവും കാരണം ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി, കൃഷി സസ്റ്റൈനബിൾ ആകണമെങ്കിൽ സയന്റിഫിക് പ്ലാനിംഗ് അനിവാര്യമാണ്. അപ്പോഴാണ് കൃഷിഭവൻ വഴി കേരയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അവരുടെ നിർദ്ദേശപ്രകാരം പ്രതികൂല കാലാവസ്ഥ അതിജീവിക്കാനുള്ള മാർഗങ്ങളായി മണ്ണ് പരിശോധന, ന്യൂട്രിയൻ മാനേജ്മെന്റ്, വെതർ ഫോർകാസ്റ്റിംഗ്, പ്രിഡിക്ഷൻ എന്നിങ്ങനെ പല കൃഷിമുറകൾ വഴി വിളക്ക് അനുസൃതമായി കൊടുക്കുമ്പോൾ കൃഷിയിൽ നല്ല മാറ്റം വന്നു. പിന്നീട് FPOs വഴി ആഗ്രി ബിസിനസ് ഫേംസുമായി പാർട്ട്ണർഷിപ്സ് ഫോം ചെയ്യാൻ സാധിച്ചു. അതിലൂടെ അഷ്വർഡ് മാർക്കറ്റ് ആക്സസ് ലഭിച്ചു. ലോക്കൽ ആഗ്രി ബിസിനസ് സെന്റേഴ്സും ആഗ്രി പാർക്സും വഴി സോർട്ടിംഗ്, ഗ്രേഡിംഗ്, പ്രോസസിംഗ്, പാക്കേജിംഗ് നടത്തി റോ പ്രൊഡ്യൂസ് വാല്യൂ ആഡഡ് ബ്രാൻഡഡ് പ്രൊഡക്റ്റായി മാർക്കറ്റ് റെഡി ആക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഫാമിംഗ് ഒരു സിമ്പിൾ കൾട്ടിവേഷൻ അല്ല. പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു സ്കേലബിൾ ആഗ്രി ബിസിനസ്സായി മാറ്റാൻ കഴിയും. പഠിച്ച ഡിഗ്രി വെച്ചിട്ട് വേറെ വല്ല ജോലിക്കും പോകാനുള്ളതിന് കൃഷിയെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തായി മോനെ? ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ചെയ്യാൻ ഇറങ്ങിയ നീ തോറ്റുപോകത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കും. വേറെ ജോലി നോക്ക്. എങ്ങനെയാ ചേട്ടാ ഇത്രയും നല്ലൊരു വിളവ് കിട്ടിയത്? കൃഷി ഭാഗ്യം കൊണ്ടല്ല മോനെ, അറിവ് കൊണ്ടാണ്. അതിന് നീ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരയെ കുറിച്ച് അറിയണം. അതിന് നിന്നെ നമ്മുടെ കൃഷി ഓഫീസർ സഹായിക്കും. നീ നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. ശരിയായ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ. ഇപ്പോൾ കൃഷി പഴയ പോലെയല്ല, ശാസ്ത്രീയമായി ചെയ്യണം. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വിളകൾ, മണ്ണ് പരിശോധന, ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ. ഇതിൽ നിന്നെല്ലാം പ്രതികൂല കാലാവസ്ഥയെ എങ്ങനെ അതിജീവിക്കാം എന്ന് മനസ്സിലാക്കാം. കൂടാതെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ആഗ്രി ബിസിനസ് സെന്റേഴ്സ് ആരംഭിക്കുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ഇപ്പോൾ ആഗ്രി ബിസിനസ് സെന്റേഴ്സ് വഴി എളുപ്പത്തിൽ സാധിക്കും. പെർഫെക്റ്റ് പാക്കിംഗ് യൂണിറ്റ്സ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്. ശാസ്ത്രീയ കൃഷിരീതികളും ശരിയായ പിന്തുണയും ഉണ്ടെങ്കിൽ വിജയം ഉറപ്പ്. ഇവയെല്ലാം പഠിക്കാൻ ഇപ്പോൾ കേര വഴി എളുപ്പമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകും. കൃഷി ഒരു ജോലിയല്ല അമ്മ, അഭിമാനമാണ്. കേര, കർഷകരുടെ സ്വപ്നങ്ങൾക്കൊപ്പം. കാലാവസ്ഥാനുസൃത കൃഷിയിലേക്ക് കേരളവും. കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് 2 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് ചേർത്തല BTAM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ചടങ്ങിൽ മത്സ്യബന്ധന സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ മുഖ്യാതിഥിയായിരിക്കും. ഇതോടൊപ്പം ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം എന്ന നാടകമുണ്ടായിരിക്കുന്നതാണ്. കേരളത്തിന്റെ ഈ മഹത്തായ കാർഷിക സുസ്ഥിരത കൃഷി, സുസ്ഥിരത കേരളം. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രി ബിസിനസ്സും ഭക്ഷ്യവ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്ന വലിയ മുന്നേറ്റം. ഒരു സംരംഭം തുടങ്ങാൻ ലാൻഡ് ഇല്ലാതെ വിഷമിക്കുകയാണോ നിങ്ങൾ? അഗ്രി പാർക്കിലേക്ക് വരൂ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സൗകര്യങ്ങളോടെ ഇഷ്ടമുള്ള സ്ഥലം ലീസിനെടുക്കൂ. 150 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ, ഫണ്ടിംഗ്, ഡിജിറ്റൽ സേവനങ്ങൾ. അഗ്രി ഫുഡ് MSMEകൾക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ ശക്തമായ പിന്തുണ. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ MSME എടുക്കുന്നതിലൂടെ കർഷകന് മികച്ച വരുമാനവും ലഭിക്കുന്നു. സമഗ്ര അഗ്രി ഫുഡ് പാർക്കുകൾ, എല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ. കർഷകനിൽ നിന്ന് വിപണിയിലേക്ക് കൂടുതൽ മൂല്യം, കൂടുതൽ അവസരങ്ങൾ. സുസ്ഥിരത കൃഷി, സുസ്ഥിരത കേരളം. സുസ്ഥിരത കൃഷി, സുസ്ഥിരത കേരളം.
ലോകബാങ്കിന്റെ സഹകരണത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രി ബിസിനസ്സും ഭക്ഷ്യവ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്ന വലിയ മുന്നേറ്റം. ഒരു സംരംഭം തുടങ്ങാൻ ലാൻഡ് ഇല്ലാതെ വിഷമിക്കുകയാണോ നിങ്ങൾ? അഗ്രി പാർക്കിലേക്ക് വരൂ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സൗകര്യങ്ങളോടെ ഇഷ്ടമുള്ള സ്ഥലം ലീസിനെടുക്കൂ. 150 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ, ഫണ്ടിംഗ്, ഡിജിറ്റൽ സേവനങ്ങൾ. അഗ്രി ഫുഡ് MSMEകൾക്ക് സാങ്കേതികവും സാമ്പത്തികവുമായ ശക്തമായ പിന്തുണ. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ MSME എടുക്കുന്നതിലൂടെ കർഷകന് മികച്ച വരുമാനവും ലഭിക്കുന്നു. സമഗ്ര അഗ്രി ഫുഡ് പാർക്കുകൾ, എല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ. കർഷകനിൽ നിന്ന് വിപണിയിലേക്ക് കൂടുതൽ മൂല്യം, കൂടുതൽ അവസരങ്ങൾ. സുസ്ഥിരത കൃഷി, സുസ്ഥിരത കേരളം. നാട്ടിലേക്ക് മടങ്ങിയ ശേഷം ഫാമിംഗ് തുടങ്ങാൻ എങ്ങനെ തോന്നി? ഇത്രയും നല്ല വിളവെടുപ്പും ലാഭവും നേടാൻ എങ്ങനെ കഴിഞ്ഞു? എന്തായിരുന്നു ഇതിന് പിന്നിലെ പ്രചോദനം? 18 വർഷം ഗൾഫിൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഏത് ബിസിനസ് ചെയ്യണമെന്ന് ഒരുപാട് ആലോചിച്ചു. അവസാനമാണ് ഞാൻ ഫാമിംഗ് തുടങ്ങാൻ തീരുമാനിച്ചത്. ആദ്യമൊക്കെ കാലാവസ്ഥ വ്യതിയാനവും കീടാണുശല്യവും കാരണം ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കൃഷി സസ്റ്റൈനബിൾ ആകണമെങ്കിൽ സയന്റിഫിക് പ്ലാനിംഗ് അനിവാര്യമാണ്. അപ്പോഴാണ് കൃഷിഭവൻ വഴി കേരയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അവരുടെ നിർദ്ദേശപ്രകാരം പ്രതികൂല കാലാവസ്ഥ അതിജീവിക്കാനുള്ള മാർഗങ്ങളായി മണ്ണ് പരിശോധന, ന്യൂട്രിയൻ മാനേജ്മെന്റ്, വെതർ ഫോർകാസ്റ്റിംഗ്, പ്രിഡിക്ഷൻ എന്നിങ്ങനെ പല കൃഷിമുറകൾ വഴി വിളക്ക് അനുസൃതമായി കൊടുക്കുമ്പോൾ കൃഷിയിൽ നല്ല മാറ്റം വന്നു. പിന്നീട് FPOs വഴി ആഗ്രി ബിസിനസ് ഫേംസുമായി പാർട്ണർഷിപ്സ് ഫോം ചെയ്യാൻ സാധിച്ചു. അതിലൂടെ അഷ്വർഡ് മാർക്കറ്റ് ആക്സസ് ലഭിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യശൃംഖല ആധുനികവൽക്കരണം അഥവാ കേര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലും വിവിധ കാർഷിക പദ്ധതികളും നിമിത്തം മികച്ച പുരോഗതി കൈവരിക്കാൻ കാർഷിക മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം 1200 ഹെക്ടറിൽ അധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയും പച്ചക്കറി കൃഷി കഴിഞ്ഞ 10 വർഷ കാലയളവിൽ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും നാണ്യവിളകളുടെ വില തകർച്ചയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ വിപുലമായ നടപടികളും സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയും പാരിസ്ഥിതിക പ്രത്യേകതകളും കാരണം നമ്മുടെ കാർഷിക മേഖല കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾക്ക്
വൻതോതിൽ വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനത്തെ മാത്രമല്ല കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക, കൃഷിയെ കൂടുതൽ ലാഭകരമാക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ്, കാർഷിക സർവകലാശാല, ജലവിഭവ വകുപ്പ്, കിൻഫ്ര, സ്റ്റാർട്ടപ്പ് മിഷൻ, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, കോഫി ബോർഡ് തുടങ്ങി വിവിധ ഏജൻസികളുമായി ഒന്നിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേര അഥവാ കേരള കാലാവസ്ഥാ അതിജീവന കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതി. ആദരണീയനായ അധ്യക്ഷനും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എസ് രാധാകൃഷ്ണൻ അവർകൾ, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകൾ, സ്വാഗതം ആശംസിക്കുന്ന ഡോക്ടർ ബി അശോക് IAS അവർകൾ, പദ്ധതി വിശദീകരണം നടത്തുന്ന കേര അഡീഷണൽ പ്രോജക്ട് ഡയറക്ടർ ശ്രീ വിഷ്ണുരാജ് IAS അവർകൾ, ശ്രീ ആസിഫ് കെ യൂസഫ് IAS അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ ഏവർക്കും സ്വാഗതം. അശോക് സാറാണേ. സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് കാർഷികോൽപാദന കമ്മീഷണർ പ്രോജക്ട് ഡയറക്ടർ കേരയുടെ പ്രോജക്ട് ഡയറക്ടറായ ഡോക്ടർ ബി അശോക് IAS അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ബഹുമാന്യനായ മന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ക്ഷണിതാക്കളെ, കർഷകരെ, കേര കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതി സത്യത്തിൽ 2018 കേരളത്തെ ബാധിച്ച പ്രളയത്തെ തുടർന്ന് അന്ന് കേരളത്തിന് സാമ്പത്തിക പുനരുജ്ജീവനം ലഭിക്കാൻ വേണ്ടതായ 30,000 കോടിയുടെ റീബിൽഡ് ഇനിഷ്യേറ്റീവ് ആലോചിച്ചപ്പോൾ കാർഷിക മേഖലയിൽ വരുത്തേണ്ട നവീകരണത്തിന് അത്തരത്തിലൊരു പദ്ധതി വേണമെന്ന് 19-20 ആലോചിച്ചു തുടങ്ങിയ പദ്ധതിയാണ്. 22 ഓഗസ്റ്റിൽ ഞാൻ കൃഷി വകുപ്പിലേക്ക് മാറ്റമായി വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ബഹുമാന്യനായ മന്ത്രി ശ്രീ പി പ്രസാദ് പറഞ്ഞത് ഒന്ന് ക്യാപ്കോയും മറ്റേത് കേരയും ആയിരുന്നെന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം അന്ന് നമുക്കത് ഡ്രോയിങ് ബോർഡിൽ നിന്നും 21-22 കഴിഞ്ഞിട്ടും പുതിയ ഗവൺമെൻറ്റിൻ്റെ പീരീഡിൽ നമുക്ക് നടത്തിപ്പിലേക്ക് കൊണ്ടുവരാൻ ഫയലിലിരിക്കുന്ന പ്രോജക്ട്സ് എന്നുള്ള നിലയിലാണ് അത് ഞാൻ പരിചയപ്പെട്ടത്. വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ പറ്റും, നിരവധി വിദേശ സ്വദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ഇത്തരം പദ്ധതികൾ നടത്തിപ്പിലേക്ക് എടുത്ത പരിചയത്തിൽ നിന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ കേരളത്തിൽ ചർച്ചകൾ ആരംഭിച്ച് ഏറ്റവും വേഗതയിൽ ധനസഹായം കേന്ദ്ര സർക്കാരും ലോകബാങ്കും എല്ലാം അംഗീകരിച്ച ഒരു പദ്ധതി കൂടിയാണ് കേര. ഏതാണ്ട് 12 മാസം കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ചർച്ചകളും കേന്ദ്ര കൃഷി വകുപ്പ്, കേന്ദ്ര പരിസ്ഥിതി വകുപ്പ്, ധനകാര്യ വകുപ്പ് ഇവരുമായിട്ടെല്ലാം പൂർത്തീകരിക്കാൻ കൃഷി വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം ലഭിക്കുന്ന ഒരു ഓർമ്മയാണ്. ക്യാപ്കോയും ഇന്ന് യാഥാർത്ഥ്യമായി. ക്യാപ്കോയുടെ പ്രവർത്തന നേട്ടം കർഷകരിലേക്ക് എത്തേണ്ടത് ഇനി വരുന്ന വർഷങ്ങളിലാണ്. ക്യാപ്കോയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വെജിറ്റബിൾ പാർക്കിൻ്റെ രൂപത്തിൽ
ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൻ്റെ നിർമ്മാണം, ഡിസൈൻ ഇതിലേക്കൊക്കെ കിടക്കേണ്ട സംഗതികളാണ്. കേര പ്രോജക്റ്റിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന കർഷക സുഹൃത്തുക്കൾക്ക് മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഇൻഫർമാറ്റിക്സും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് ആവർത്തിച്ച് വിപുലമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കേരളം 18-19 കേരളത്തിൻ്റെ കൃഷിയിൽ വരുത്തേണ്ട സാങ്കേതികമായ മാനേജീരിയലായ കർഷകർക്ക് കൂടുതൽ വിപണി വില കിട്ടുക എന്നുള്ള ആശയത്തെ വിപുലീകരിക്കുന്നതിലേക്ക് സജസ്റ്റ് ചെയ്ത 10-20 ആക്ടിവിറ്റീസാണ് ആ പ്രോജക്റ്റിനകത്തുള്ളത്. അത് വലിയൊരു ഗാമറ്റാണ്. കേരളത്തിൻ്റെ വിളകളെ മാറുന്ന പരിസ്ഥിതിക്ക് അനുസൃതമായിട്ട് മുമ്പുണ്ടായിരുന്ന പരിപാലന ക്രമം പോരാ. അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പുതിയ പരിപാലന ക്രമങ്ങൾ കൊണ്ടുവരണം. കേരളത്തിൻ്റെ പ്ലാന്റേഷൻ മേഖലയിൽ റീപ്ലാന്റിങ് ഈ കാലാവസ്ഥ മാറ്റം സംഭവിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള രീതിയിൽ പോലെ പുതിയ രീതിയിൽ വേണം. പ്ലാന്റേഷനുകളെ പുനരുജ്ജീവിപ്പിക്കാൻ പുതിയ വിളകൾ പ്ലാന്റേഷനുകളായിട്ട് കൊണ്ടുവരണോ വേണ്ടയോ? ഈ എല്ലാ ഉൽപ്പന്നങ്ങളും സംസ്കരിക്കാൻ വേണ്ടതായ വലിയ സൗകര്യം, ഈ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന കർഷകർക്ക് ഇനിയിപ്പോൾ കർഷകരായിട്ട് ഇത് ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, വിപണനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനീസ് അതിനെ രൂപീകരിക്കുക, സഹായിക്കുക, മുന്നോട്ട് കൊണ്ടുവരിക. അങ്ങനെ കാർഷിക വാല്യൂ ചെയിനിൻ്റെ എല്ലാ ഭാഗത്തും കൃഷി വകുപ്പും ഇതര സ്ഥാപനങ്ങളും എല്ലാം ആലോചിച്ച ഇടപെടലുകൾക്കെല്ലാം ധനസഹായം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. സ്വാഭാവികമായിട്ടും അത് പൂർത്തീകരിക്കാൻ എൻ്റെ നോട്ടത്തിൽ 5-6 വർഷം കുറഞ്ഞത് വരും. 4 വർഷം എന്ന് നമ്മളിപ്പോൾ പറയുന്നെങ്കിലും 5-6 വർഷത്തെ പ്രവർത്തനം അതിനകത്ത് ശക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എക്സ്റ്റൻഷൻ സംവിധാനത്തിൻ്റെ നവീകരണം, കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ തന്നെ കർഷകരിലേക്ക് വിവരങ്ങൾ വിനിമയം ചെയ്യുന്ന എക്സ്റ്റൻഷൻ സംവിധാനത്തിൻ്റെ നവീകരണം, പരിശീലനത്തിൻ്റെ നവീകരണം, ഇതിലെല്ലാത്തിലും കഴിഞ്ഞ ഒരു ധനവർഷം ഇതുവരെ എനിക്ക് തോന്നുന്നതാണ് 40 കോടി രൂപയുടെ പ്രവർത്തനം പ്രോജക്റ്റ് ആസൂത്രണം ചെയ്തു. ഈ ഉദ്ഘാടനം സത്യത്തിൽ നമ്മൾ ആലോചിച്ചതിന് 1-2 തീയതികൾ മാറിപ്പോയി. അത് മറ്റ് അവിചാരിതമായ അസൗകര്യങ്ങൾ കൊണ്ട് മാറി വന്നതാണ്. ഒരു അർത്ഥത്തിൽ അത് നന്നായി. കാരണം സ്വന്തം മണ്ഡലത്തിൽ വെച്ച് അതിൻ്റെ പിന്നിൽ ഏറ്റവും പെയിൻ എടുത്ത് പ്രവർത്തിച്ച ആൾ തന്നെ ഉദ്ഘാടകരാകാനും ഇന്ന് സാധിച്ചു. ഇൻ എ സെൻസ് മറ്റ് സ്ഥലങ്ങളിൽ മുമ്പ് ആലോചിച്ചത് മറ്റ് ചില ലോജിസ്റ്റിക്സ് കൊണ്ട് മാറി ഈ ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വളരെ കൃഷി വകുപ്പ് വളരെ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നമുക്ക് നല്ല സമയത്ത് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഒട്ടേറെ കർഷകർ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. നമ്മുടെ പങ്കാളിത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ വഴിയെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഈ പരിപാടിയുടെ നോട്ടീസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നിരവധി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിദഗ്ധ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പദ്ധതിയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിന് വേണ്ട എല്ലാ അറിവും ഇപ്പോഴത്തെ നിലയിൽ കേരളത്തിനുള്ളിൽ തന്നെ ലഭിച്ചോളണമെന്നില്ല. ഉദാഹരണത്തിന് ഇതിൽ വളരെ നവീനമായ നമുക്ക് തന്നെ പുതിയതായ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് നെൽകൃഷിയിൽ എമിഷൻസ്, അതായത് നെൽകൃഷിയുടെ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിരണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള സംഗതിയെക്കുറിച്ച് ഉള്ള പഠന സെഗ്മെൻറ്റ് നമുക്ക് മനിലയിലെ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് വേണ്ടി നടത്തിത്തരുന്നത്. അതുപോലെ വാട്ടർ മാനേജ്മെൻറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി സെൻറ്റർ അവരാണ് നടത്തുന്നത്. പ്രകാരം ഒട്ടേറെ സ്ഥാപന പാർട്ട്ണർമാർ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അവരുടെയൊക്കെ പങ്കാളിത്തം ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾ അത്യാവശ്യം വിദൂരസ്ഥങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ ആളുകളാണ് മുന്നിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വലിയ ജനപങ്കാളിത്തം കൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം സമ്പുഷ്ടമായി. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കാം. ഈ ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ എസ് രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹം ഇവിടുത്തെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അധ്യക്ഷനെ ഞാൻ യോഗത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി പ്രസാദ് അവർകൾ കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് 5 വർഷത്തോളം പൂർത്തിയാക്കുകയാണ്. അതിൽ 3 വർഷത്തിൽ പരമായിട്ട് ഞാനാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയുടെ ഒരു ആൾരൂപമാണ് ശ്രീ പി പ്രസാദ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം തന്നെ കർഷകരുടെ ഉന്നതി, അഭ്യുന്നതി, അതുപോലെ പരിസ്ഥിതിയോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ കമ്മിറ്റ്മെൻറ്റ്, സുതാര്യമായ പ്രവർത്തനം, ഇതെല്ലാം കൊണ്ട് ശ്രദ്ധേയമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതിയാണ്, ഞങ്ങൾ തമ്മിൽ ധാരാളം സംവാദങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും സംവാദങ്ങൾ
ഒരു കാര്യം എങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഉദ്യോഗസ്ഥർക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ജനകീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ബഹുമാന്യനായ മന്ത്രിക്കുള്ളത്. അപ്പോൾ അക്കാര്യങ്ങളിൽ വളരെ തുറന്ന് അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വേണമെന്ന അഭിപ്രായമുള്ളത് വെട്ടിത്തുറന്ന് ഞങ്ങൾക്ക് പറയാനും ഒക്കെ സ്വാതന്ത്ര്യം തരുന്ന ആളാണ്. ചിലപ്പോൾ പക്ഷെ അത് ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് മാറിയിട്ടുമില്ല. ഞാൻ ഇത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എണ്ണി നോക്കുമ്പം ഞങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു 10,000-75,000 ഫയലുകളെങ്കിലും കൈകാര്യം ചെയ്ത് കാണും 3-3.5 വർഷത്തിൽ. ഞാനൊരു കാഴ്ചപ്പാടെടുക്കുകയും അദ്ദേഹം വ്യത്യസ്തമായ കാഴ്ചപ്പാടെടുക്കുകയും ചെയ്ത് 8 ഫയലിലോ മറ്റാണ്. ആ 8 ഫയലിൽ എന്നോട് പറയാം, അശോക് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അത് നടക്കത്തില്ല. അപ്പോൾ അത്ര കണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് അഭിപ്രായ ഐക്യത്തിൽ വകുപ്പിൻ്റെ ടീമിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പ്രയോജനം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ജോലിയിൽ വളരെ കണിശതയോടുകൂടി അദ്ദേഹം ഫയലുകൾ തീർത്തു തരാറുണ്ട്. സാധാരണ മിനിസ്റ്റേഴ്സ് ടൂറിനൊക്കെ പോകുമ്പോൾ ഫയൽ അത്യാവശ്യമുള്ളത് കെട്ടിക്കിടന്ന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പക്ഷേ ഇത് തിരക്കേറിയ യാത്രകൾക്കിടയിലും എനിക്ക് തോന്നുന്നത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഡെസ്ക് ക്ലിയർ ചെയ്യാനും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഒന്നിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്വന്തം സ്ഥലത്ത് വെച്ച് പുകഴ്ത്തുന്നില്ല. ഞാൻ കരുതിക്കൂട്ടി ചെയ്യുകയാണെന്ന് വിചാരിക്കും. പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ കേരയുടെ ഇന്നത്തെ ഉദ്ഘാടന ദിവസം CP പ്രസാദിൻ്റെ കൃഷിമന്ത്രി എന്നുള്ള നിലയിലെ സത്വരമായ വളരെ താല്പര്യമെടുത്തുള്ള അങ്ങേയറ്റം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സമയത്തെടുക്കാനും അതിനെ ചാമ്പ്യൻ ചെയ്യാനും, അത് മന്ത്രിസഭയിൽ പോകാനായാലും നിയമവകുപ്പിൽ പോകാനായാലും ഒട്ടേറെ കടമ്പകൾ കടന്ന ഒരു വിദേശ സഹായമുള്ളൊരു പ്രോജക്റ്റ് നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ താല്പര്യം, വ്യക്തിഗതമായിട്ടുള്ള താല്പര്യവും ഡ്രൈവും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് കേര ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിൽ സബലീകരിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടകനായിട്ട് ശ്രീ പി പ്രസാദ് അവർകളെ ചേർത്തലയിൽ സ്വാഗതം ചെയ്യുന്നതിലുള്ള അധികമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. മറ്റ് മന്ത്രിമാർ നമുക്ക് പങ്കെടുക്കാൻ ശ്രീ രാജീവ് സാറ്, സജി ചെറിയാൻ സാറ് ആലോചിച്ചിരുന്നെങ്കിലും അവർക്ക് നമ്മുടെ ഈ സമയത്തിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അവരുടെ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ശ്രീമതി സന്ധ്യ ബെന്നി, അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സുധർമിണി തമ്പാൻ, ശ്രീ CK രാജേന്ദ്രൻ, അദ്ദേഹം പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി PD ശ്രീദേവി, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ജെയിംസ് ചിങ്കത്തറ, ജില്ലാ പഞ്ചായത്ത് അംഗം, ശ്രീമതി വിജയശ്രീ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം, അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ അരുൺ മോഹൻ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ AK പ്രസന്നൻ, പ്രസിഡന്റ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി അഭിനയ അനിൽകുമാർ, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ബിന്ദു മുരളി, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ PV സത്യൻ, ഇല്ലേ കണ്ടില്ല, ശ്രീ സോബിൻ, ക്ഷമിക്കണം ഞാനത് വിട്ടുപോയി, ശ്രീ ബഹുമാന്യനായ ചേർത്തല മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ PV സത്യനേശൻ, KLDCയുടെ ചെയർമാൻ, ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാന്യരായ ക്ഷണിതാക്കളായ പ്രതിനിധികൾ, ശ്രീമതി സെലീനാമ്മ, അഡീഷണൽ ഡയറക്ടർ അഗ്രികൾച്ചർ, ശ്രീ സജി ജോൺ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, ശ്രീമതി സിന്ധു PV, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ ആസിഫ് യൂസുഫ്, അദ്ദേഹം അഡീഷണൽ പ്രോജക്റ്റ് ഡയറക്ടറാണ്, ശ്രീ വിഷ്ണുരാജ്, അദ്ദേഹം ഈ പദ്ധതിയുടെ അഡീഷണൽ പ്രോജക്റ്റ് ഡയറക്ടറാണ്. ഈ പ്രോജക്റ്റിന് കൃഷി എന്ന പോലെ തന്നെ വ്യവസായ പ്ലാന്റേഷൻ വകുപ്പിൽ ഒട്ടേറെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ചുമതല അദ്ദേഹമാണ് വഹിക്കുന്നത്. ഇവിടെ സന്നിഹിതരായ, ഞാൻ വിട്ടുപോയെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ, അനുദ്യോഗസ്ഥ, ജനപ്രതിനിധികൾ, അവർ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന മാധ്യമ പ്രതിനിധികൾ, പ്രത്യേകിച്ച് കർഷക പ്രസിദ്ധീകരണങ്ങളുടെ ചുമതലയിലുള്ളവർ, കേര പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, വലിയ സംഖ്യയിൽ ഇവിടെ വന്നെത്തി ഈ ചടങ്ങിനെ വിജയിപ്പിക്കാനായി എത്തിയ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയ കർഷകർ എന്നിവരെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എസ് രാധാകൃഷ്ണൻ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. ഏറെ ആരാധ്യനായിട്ടുള്ള ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ കാർഷികോൽപാദന കമ്മീഷണർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് IAS, നമ്മുടെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ ആലപ്പുഴ ജില്ലാ കളക്ടർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമ്മുടെ ചേർത്തല ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. ആഗോള താപനത്തിൻ്റെ എല്ലാം ഫലമായി ലോകത്ത് തന്നെ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 2595 കോടി മുടക്കി 40 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വായ്പ തന്നെ നമ്മുടെ കാർഷിക മേഖലയ്ക്കായി ലോക ബാങ്ക് പിന്തുണയുള്ള സമഗ്ര പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നു. നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ പോലും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് നാം കൃഷി ചെയ്തു വരുന്നത്. ഞാറ്റുവാലയാകുമ്പോൾ നമ്മൾ വിതക്കാറുണ്ട്, അതുപോലെ തന്നെ വെള്ളമെല്ലാം പറ്റിക്കഴിയുമ്പോൾ നമ്മൾ കരപ്പുറം കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം മാറിപ്പോകുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലടക്കമുള്ളത്. അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം കാണുന്ന തരത്തിലാണ് ഈ ഒരു വലിയ പദ്ധതിക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കൃഷി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഈ വലിയ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു. നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ഇത് കർഷകരെ 4 ലക്ഷം പേർക്ക് നേരിട്ട് ട്രെയിനിങ് അടക്കം കൊടുക്കുക. നമ്മുടെ മന്ത്രിയുടെ മണ്ഡലത്തിൽ, ചേർത്തല മണ്ഡലത്തിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അഗ്രി പാർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി, അതായത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പുതിയ സംവിധാനത്തിലേക്ക് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതി രൂപം കൊടുത്തത്. അതിൻ്റെ തറക്കല്ലിടൽ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് മില്ലറ്റ് ഗ്രാമം എന്ന തരത്തിലേക്ക് ഒരു കമ്പനിക്ക് തന്നെ തുടക്കം കുറിച്ചു തിരുവഴയിൽ. അങ്ങനെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളും പരിപാടികളും നമ്മുടെ കേരളത്തിലാകെ നടപ്പാക്കുകയാണ്. അത് ചേർത്തലയിൽ ഏറ്റവും നന്നായി നടപ്പാക്കുക. ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലാണ്. കാര്യം, ഒന്ന് 1000കണക്കിന് ഹെക്ടർ സ്ഥലത്താണ്, ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലത്താണ് പുതുതായി കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞത്. കൃഷിയെ വലിയ തരത്തിൽ ലാഭത്തിലാക്കാൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ചേർത്തലടക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കർഷകർക്ക് അനുകൂലമായി കർഷകരുടെ കൃഷി കൂടുതൽ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സംവിധാനത്തിനാണ്, ഒരു പുതിയ സംവിധാനത്തിനാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്കാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പദ്ധതി വിശദീകരണം നടത്തുന്നതിലേക്കായി കേര അഡീഷണൽ പ്രോജക്ട് ഡയറക്ടർ ശ്രീ വിഷ്ണുരാജ് IAS അവറുകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പദ്ധതി അവതരണമാണ്. കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധിത വിപണന ശൃംഖല നവീകരണ പദ്ധതി, അതായത് കേരള ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര, കേരളത്തിൻ്റെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാന പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിച്ച് ശാസ്ത്രീയവും വിപണി കേന്ദ്രീകൃതമായ വളർച്ചയിലേക്ക് നയിക്കുന്ന 2595 കോടി രൂപയുടെ, അതായത് $285 മില്യൺ അമേരിക്കൻ കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധിത വിപണന ശൃംഖല നവീകരണ പദ്ധതിയുടെ കേര പദ്ധതിയുടെ സംസ്ഥാനതല ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടപ്പിലാവുന്നത്. ലോകബാങ്കിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ 5 വർഷ കാലയളവിൽ നടപ്പിലാവുന്ന ഈ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിലൂടെ 4 ലക്ഷം കർഷകർക്ക് നേരിട്ടും 10 ലക്ഷം കർഷകർക്ക് പരോക്ഷമായും പ്രയോജനം ലഭിക്കുന്നതാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക മേഖലയ്ക്ക് മാത്രമായി ലോകബാങ്ക് പിന്തുണയുള്ള സമഗ്ര പദ്ധതി കേരളത്തിൽ നടപ്പിലാകുന്നത്.
കാലാവസ്ഥാ വെല്ലുവിളികൾ അതിജീവിക്കാൻ നൂതന കൃഷിരീതികളിൽ 4 ലക്ഷം കർഷകർക്ക് നേരിട്ട് പരിശീലനം നൽകുന്നു. 10 ലക്ഷത്തിലധികം കർഷകരിലേക്ക് ഈ കാർഷിക വിജ്ഞാനം വിനിമയം ചെയ്യപ്പെടുന്നതാണ്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കാലാവസ്ഥ പ്രതിരോധ കൃഷിരീതികൾ വ്യാപകമാക്കൽ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, മൂല്യവർദ്ധനവും വിപണനവും ശക്തിപ്പെടുത്തൽ, കർഷക വരുമാനത്തിൽ സ്ഥിരതയാർജിക്കൽ, കാർഷിക മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കൽ. ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ ആദ്യമായി അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ് അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതി രൂപകൽപ്പനയാണ്. കേരളത്തെ 23ഓളം അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളായി തിരിച്ച് ക്ലൈമറ്റ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്. പ്രാദേശികമായ വിളകൾ, മണ്ണിൻ്റെ സ്വഭാവം, മഴയുടെ പാറ്റേൺ, താപനില വ്യതിയാനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ പാക്കേജുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കപ്പെടുന്നതാണ്. അതിന് കൃഷിഭവനുകളിലൂടെ സാങ്കേതിക പിന്തുണയും നൽകും. മണ്ണ് പരിശോധന ലാബുകളുടെ ആധുനികവൽക്കരണം, ഡിജിറ്റൽ കാർഷിക സേവനങ്ങൾ, കർഷകർക്ക് വിള അധിഷ്ഠിത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്നിവ ഈ ഘടകത്തിൻ്റെ ഇതിലെ പ്രധാന ഘടകങ്ങളാണ്. നെൽകൃഷിക്ക് മാത്രമായി 336 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കാർബൺ പുറന്തള്ളലിനെക്കുറിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ശാസ്ത്രീയ നെൽകൃഷി രീതികൾ ഈ പദ്ധതിയുടെ ഭാഗമായി പ്രോത്സാഹിക്കപ്പെടും. മെച്ചപ്പെട്ട വിത്തിനങ്ങൾ, യന്ത്രവൽക്കരണം, ജലസംരക്ഷണ സാങ്കേതിക വിദ്യകൾ, ഉൽപാദന ചെലവ് കുറയ്ക്കൽ എന്നിവ ഇതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. തോട്ടം മേഖലയിൽ വൻ പുനർനടിയിൽ പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. റീപ്ലാന്റേഷൻ്റെ ഭാഗമായി കാപ്പി വിളയിൽ വയനാട് ജില്ലയെ കേന്ദ്രീകരിച്ച് വയനാട് ജില്ലയിലെ കാപ്പി കർഷകർക്ക് നിലവിലെ ഉൽപാദനക്ഷമത കുറഞ്ഞ കാപ്പി ചെടികൾ മാറ്റി ഉൽപാദനക്ഷമത കൂടിയതും കാലാവസ്ഥ പ്രതിരോധ ശേഷിയേറിയതുമായ കാപ്പി ഇനങ്ങൾ നടന്നതിന് ഹെക്ടർ 1-ന് 1,10,000 രൂപ എന്ന നിരക്കിൽ ഒരു കർഷകന് പരമാവധി 2 ഹെക്ടറിന് വരെ ധനസഹായം ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നതാണ്. 0.1 ഹെക്ടറിനും 10 ഹെക്ടറിനും ഇടയിൽ കാപ്പി കൃഷിയുള്ള കർഷകരായിരിക്കും അർഹരായിട്ടുള്ളത്. ഇങ്ങനെ 1360 ഹെക്ടറിന് 1496 ലക്ഷം രൂപയും പുനർനടിയിൽ ധനസഹായം ഈ പദ്ധതിയുടെ ഭാഗമായി നൽകും. ജലസംഭരണിക്കും സ്പ്രിംഗ്ലർ ജലസേചനത്തിനുമായി 1 ഹെക്ടറിന് 50,000 രൂപ നിരക്കിൽ ആകെ 1458 ഹെക്ടർ ജലസേചനം നടത്തുന്നതിനായി 729 ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഇക്കോ സർട്ടിഫിക്കേഷനായി സർട്ടിഫിക്കേഷൻ ചെലവിൻ്റെ 75% തുക പരമാവധി 2 ലക്ഷം രൂപ വരെ ആകെ 50 ലക്ഷം രൂപ ധനസഹായമായി ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്നതാണ്. പദ്ധതിക്ക് ആവശ്യമായ ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സ്ഥിര മൂലധന നിക്ഷേപങ്ങൾക്കായി അർഹരായ 30 നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ എന്ന നിരക്കിൽ 180 ലക്ഷം രൂപയും പദ്ധതിയുടെ ഭാഗമായി വരുന്നു. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള ഇനങ്ങൾ നടുന്നതിലൂടെ വയനാട് ജില്ലയിലെ കാപ്പി മേഖലയ്ക്ക് പുതുജീവൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റബ്ബറിൽ 30,000 ഹെക്ടറിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഇതിൻ്റെ സേവനം ലഭ്യമാവുക. പുനർനടിയിൽ സഹായം ഹെക്ടറിന് 75,000 രൂപ വീതമാണ് നൽകാനായി പോകുന്നത്. 25 സെൻറ്റ് മുതൽ 5 ഹെക്ടർ വരെ കൃഷിയിടമുള്ള ചെറുകിട കർഷകർക്ക് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ 30 വർഷത്തിന് മേൽ പ്രായമുള്ള റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനക്ഷമത കൂടി കണക്കിലെടുത്ത് റബ്ബർ ബോർഡ് നിഷ്കർഷിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി കൃഷി ചെയ്യാൻ പോകുന്നത്. ഇതിന് റബ്ബർ ബോർഡിൻ്റെ സാങ്കേതിക സഹായമുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്ന വികസനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്. ഏലം വിളയ്ക്ക് വേണ്ടി ഇടുക്കി ജില്ലയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 3,500 ഹെക്ടറിലാണ് പുനർനടിയിൽ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഹെക്ടറിന് 1 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നത്. ഏകദേശം 3,500 ലക്ഷം രൂപയാണ് ഈ പുനർനടിലിന് വേണ്ടി മാത്രം, ഏലം വിളയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ 22,000 കർഷകരിലേക്കാണ് അവയർനെസ് എത്തിക്കുന്നത്. 15,000 കർഷകർക്ക് പരിശീലനം നൽകാനാണ് ലക്ഷ്യം. കർഷക ഉൽപ്പാദക സഖ്യങ്ങൾ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. 150ഓളം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനീസിനെ ശക്തിപ്പെടുത്തി അഗ്രി ബിസിനസ് സംരംഭകരുമായി ബന്ധിപ്പിക്കും. ആദ്യഘട്ടത്തിൽ 5 ജില്ലകളിൽ 50 പ്രൊഡക്റ്റീവ് അലയൻസുകൾ ഇപ്രകാരം നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്ന വികസനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ കയറ്റുമതി സാധ്യതകൾ പരിശോധിക്കുകയും അത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകും. ജലസേചന നിക്ഷേപത്തിൻ്റെ ഭാഗമായി മലമ്പുഴ ലെഫ്റ്റ് ബാങ്ക് കനാൽ നവീകരണത്തിന് വേണ്ടി 200 കോടി രൂപയാണ് ഈ പദ്ധതിയിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ജലസുരക്ഷ ഉറപ്പാക്കുക എന്നതുകൂടിയും ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നുണ്ട്. സംസ്ഥാനത്ത് 5 കാർഷിക വ്യവസായ പാർക്കുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്നത്. അതിൽ ആധുനിക സംസ്കരണ യൂണിറ്റുകളും കോൾഡ് സ്റ്റോറേജും ഗുണനിലവാര പരിശോധന ലാബുകളും ഉൾപ്പെടെ കൃഷി വ്യവസായ പാർക്കുകളുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ്. MSME സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനം ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. 250ഓളം MSME യൂണിറ്റുകൾക്ക്, പ്രത്യേകിച്ച് 150ഓളം കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രത്യേകമായി MSME വെബ് പോർട്ടലുകളും 5,000 പുതിയ തൊഴിലവസരങ്ങളും പദ്ധതിയുടെ ഭാഗമായി കടന്നു വരികയാണ്. സംസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഭൂമിയെ ഉൽപ്പാദന രംഗത്തേക്ക് കൊണ്ടുവരുന്ന നവോധൻ പദ്ധതിയും ഈ പദ്ധതിയുടെ ഭാഗമായി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഇതുകൂടാതെ സാങ്കേതിക പിന്തുണ, വിള തെരഞ്ഞെടുപ്പ് മാർഗ്ഗനിർദ്ദേശം, ജല മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, സമഗ്ര പരിവർത്തന പദ്ധതി. ഇപ്രകാരം കേര പദ്ധതി ഒരു ധനസഹായ പദ്ധതി മാത്രമല്ലാതെ കേരളത്തിലെ കാർഷിക മേഖലയെ കൂടുതൽ ശക്തവും സ്ഥിരതയുള്ളതുമാക്കുന്നതിനുള്ള സമഗ്ര ഇടപെടലുകളുടെ ഒരു സമാഹാരമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതോടൊപ്പം ഉൽപ്പാദനവും വിപണനവും മെച്ചപ്പെടുത്തുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൂടിയാണ്. കേരളത്തിൻ്റെ കാർഷിക വികസന യാത്രയിൽ പുതിയ ദിശാബോധം നൽകുന്ന ഈ പദ്ധതിയുടെ വിജയത്തിനായി കർഷകരുടെയും പൊതുജനങ്ങളുടെയും സജീവ സഹകരണവും പങ്കാളിത്തവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. കേര പദ്ധതി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാന്യ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. മാറുന്ന കാലാവസ്ഥയ്ക്ക് അടിക്കടി വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്കും പൊരുത്തപ്പെടാൻ നമ്മുടെ കൃഷിരീതികളും വിളകളും മാറേണ്ടത് അനിവാര്യമാണ്. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വിളയിനങ്ങൾ കണ്ടെത്തേണ്ടതും ജലസേചന രീതികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാർഷിക മേഖലയെ കൂടുതൽ സുസ്ഥിരവും വാണിജ്യപരമാക്കാനും ലക്ഷ്യമിട്ട് ലോകബാങ്കിൻ്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന കേരള കാലാവസ്ഥാ അതിജീവന കാർഷിക മൂല്യശൃംഖല ആധുനികവത്കരണ പദ്ധതി അഥവാ കേര പദ്ധതി കേരളത്തിൻ്റെ കാർഷിക ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. $1656.35 കോടി രൂപ ലോകബാങ്ക് വായ്പയായും 709.15 കോടി രൂപ കേരള സർക്കാർ വിഹിതവുമടക്കം 2365.5 കോടി രൂപ ചെലവഴിച്ചാണ് കേര പദ്ധതി നടപ്പിലാക്കുന്നത്. കേര പദ്ധതി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാന്യ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CS രാധാകൃഷ്ണൻ, കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപാദന കമ്മീഷണറും കേരയുടെ പ്രോജക്റ്റ് ഡയറക്ടറും കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറും കൂടിയായ ഡോക്ടർ B. അശോക് IAS, ഇവിടെയുള്ള പ്രിയങ്കരനായ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IAS, ചേർത്തല നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർപേഴ്സൺ ശ്രീ S. സോബിൻ, വ്യവസായ വാണിജ്യ ഡയറക്ടറും കേരയുടെ അഡീഷണൽ പ്രോജക്റ്റ് ഡയറക്ടറുമായ ശ്രീ വിഷ്ണുരാജ് IAS, ശ്രീ സാജു സുരേന്ദ്രൻ IAS, ശ്രീമതി സന്ധ്യ ബെന്നി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയയായ പ്രസിഡന്റ് ശ്രീമതി സുധർമണി തമ്പാൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ CK രാജേന്ദ്രൻ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അരുൺ മോഹൻ, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ AK പ്രസന്നൻ, വയലാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു മുരളി, KLDCയുടെ ചെയർമാൻ ആദരണീയനായ ശ്രീ PV സത്യനേശൻ, CPIM നേതാവ് ആദരണീയനായ ശ്രീ B. വിനോദ്, CPI നേതാവ് ശ്രീ MC സിദ്ധാർത്ഥൻ, CKC ആൻ്റണി, ശ്രീ കണ്ണൻ ഹരിദാസ്, NCP നേതാവ് ശ്രീ ജോമി ചെറിയാൻ, കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന നേതാവ് ശ്രീ ME രാമേന്ദ്രൻ നായർ, INLൻ്റെ നേതാവ് പ്രിയങ്കരനായ ശ്രീ NB ബദറുദ്ദീൻ, RJD നേതാവ് ശ്രീ ഹാപ്പി P. അബു, വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർ ശ്രീ രാജീവ്, കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീമതി സലീനാമ്മ, ഡോക്ടർ KN അനിത്, കോഫി ബോർഡിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ CM കറുത്തമണി, സ്പൈസസ് ബോർഡിൻ്റെ പ്രതിനിധി ശ്രീ കിഷൻ, VFPCK CEO ശ്രീ സജി ജോൺ,
ശ്രീമതി സിന്ധു, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി VP സിന്ധു, ശ്രീ അനിൽകുമാർ, ശ്രീ PV സന്തോഷ്, മുതിർന്ന കർഷകൻ ശ്രീ സുകുമാരൻ, ശ്രീ സുരേഷ് ബാബു, കേരയുടെ അഡീഷണൽ പ്രോജക്റ്റ് ഡയറക്ടർ ശ്രീ ആസിഫ് K. യൂസഫ്, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർ ആൻഡൺ ഉർഫൽസ്, അദ്ദേഹം ജർമ്മൻകാരനാണ്. അദ്ദേഹം അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതേപോലെ നമ്മുടെ ഈ പരിപാടികൾക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പത്മാനന്ദ്, വേദിയിലും സദസ്സിലും എല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുണ്ട് ഈ പരിപാടി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുന്നതിൽ. 5 വർഷക്കാലത്തെ മന്ത്രി പദവിയിടയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം എനിക്ക് ഇന്നത്തെ ദിവസമാണ്. അത് കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല, നിങ്ങൾക്കറിയാം. ശ്രീ അശോക് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു 2018 പ്രളയം. അന്ന് എല്ലാവരും പറഞ്ഞു ഇതൊരു 100 കൊല്ലത്തിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഇനി 100 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 2019 വീണ്ടും പ്രകൃതി ദുരന്തങ്ങളും പെരുമഴയും നമ്മളെ തേടിയെത്തി, വീണ്ടും വന്നു. ഇപ്പോൾ ഇതൊരു വലിയ തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യമായി നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് മേഖലയാണ്? കൃഷി കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന ഏതു മാറ്റവും ആദ്യം ബാധിക്കുക കൃഷിയെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർഷകനാണ്. ഈ കർഷകനെ സഹായിക്കാൻ എന്തിടപെടൽ നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങളൊക്കെ ആലോചിച്ചത്. ആ ആലോചനയ്ക്കിടയിൽ സാമ്പത്തികമായ സഹായമില്ലാണ്ട് എന്ത് സഹായിക്കാനാണ് നമുക്ക് പറ്റുക? ഏത് സഹായ പദ്ധതിക്കും സാമ്പത്തികം അനിവാര്യമായ ഘടകമാണ്. എവിടുന്ന് പണം കിട്ടും? സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അത്രയും വലിയൊരു തുക മുടക്കാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ പല വഴികൾ തേടി. ആ വഴികൾ പലതും നമ്മുടെ മുമ്പിൽ അടഞ്ഞപ്പോൾ ഒരു വഴി തുറന്നു. അങ്ങനെയാണ് ലോകബാങ്കിൽ നിന്നും ഒരു വായ്പ തരപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. ലോകബാങ്കിൽ നിന്നൊരു വായ്പ തരപ്പെടുത്തണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. അങ്ങനെ നമുക്ക് $285 മില്യൺ ഒരു പദ്ധതിക്ക് അംഗീകാരം കിട്ടി. വേൾഡ് ബാങ്ക് ആ വായ്പ നൽകാം എന്ന് പറഞ്ഞു. നമുക്ക് ഡോളറായിട്ടാണ് ഈ പൈസ തരുന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടുമ്പോൾ അത് 2365 കോടിയാണ്. ഇപ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ, ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ അത് 2595 കോടി രൂപയാണ്. 2595 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് എന്നത് സന്തോഷകരമായ കാര്യം. ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലാവുന്ന കർഷകരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കലാണ്. ഇവിടെ ശ്രീ വിഷ്ണുരാജ് പറഞ്ഞു എന്തൊക്കെയാണ് ആ പദ്ധതികൾ എന്ന് വിശദീകരിച്ച് ഞാനതെല്ലാം വീണ്ടും പറഞ്ഞു പോകാൻ ഒരുമ്പെടുകയല്ല. ഈ 2595 കോടിയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 40 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ കൃഷി വകുപ്പിൽ ഇതേപോലെ ഒരു വലിയ പദ്ധതി നടപ്പിലായിട്ടേയില്ല. 2000 അല്ല 1000 കോടിയുടെ പദ്ധതി പോലും നടപ്പിലായിട്ടില്ല. അപ്പോൾ 40 കൊല്ലത്തിനിടയിൽ കേരളത്തിൻ്റെ കൃഷി വകുപ്പിൽ നടക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിടാൻ ഈ കാലത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് വലിയ പ്രതിസന്ധി നമ്മുടെ കാർഷിക മേഖല ഇന്ന് നേരിടുന്നുണ്ട്. ആ നേരിടുന്നതിന് നമുക്ക് പിന്തുണയും പിൻബലവും കർഷകർക്ക് കൊടുക്കണം. കേരളത്തിൻ്റെ കാർഷിക ചരിത്രത്തിൽ പുതിയൊരു ദിശാബോധം നൽകേണ്ടത് അനിവാര്യമാണ്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ വിജ്ഞാനവും സാങ്കേതിക വിദ്യയും കർഷകൻ്റെ കൈവശം എത്തിക്കണം. ഇതൊക്കെ ചേരുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേര എന്നത് കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ടാണ് ഈ കേര പദ്ധതി എന്ന് കൊടുത്തിരിക്കുന്നത്.
കാലാവസ്ഥയെ നമുക്ക് ജയിക്കേണ്ടത് അനിവാര്യമാണ്. കാലാവസ്ഥയെ ജയിക്കുന്നത് വിള കൊണ്ട് മാത്രമല്ല, കാലാവസ്ഥയെ മനസ്സിലാക്കുന്ന കർഷകനാണ് ഇവിടെ വിജയം നേടുന്നത്. അപ്പോൾ കാലാവസ്ഥയെ മനസ്സിലാക്കി കൃഷി ഇറക്കുന്ന കർഷകൻ വിജയത്തിൻ്റെ പദത്തിലേക്ക് എത്തണമെങ്കിൽ കർഷകന് പിന്തുണയും പിൻബലവും അനിവാര്യമാണ്. ആ അനിവാര്യതയാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് എത്തിച്ചത്. ഇന്നത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായി അത് വിത്തും വളവും മഴയും മാത്രം ചേരുന്ന ഒന്നല്ല. ഇവിടെ ഒരുപാട് മറ്റ് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സാധാരണഗതിയിൽ പറഞ്ഞു പോകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ അതിനെ റിസ്ക് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരികയാണ്. അതോടൊപ്പം തന്നെ ഇതിന് കൂടുതൽ വില കിട്ടാൻ എങ്ങനെ ഇടപെടണം എന്നുള്ളത് മറ്റൊരു കാര്യം ആണ്. വിപണി ഉണ്ടാകുമോ എന്നുള്ളത് വേറൊരു കാര്യം ആണ്. ഇതിനെയൊക്കെ നമുക്ക് ചേർത്ത് നോക്കുമ്പോൾ വരുമാനത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കലാണ്. ഈ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി റിസ്ക് മാനേജ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമുക്ക് അതേപോലെ തന്നെ മൂല്യവർദ്ധനവിനെ എത്തിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിപണി ഉറപ്പാവണം, വരുമാനത്തിൻ്റെ സുരക്ഷയും ഉണ്ടാവണം. ഇതെല്ലാം ചേരുന്ന ഒരു സമഗ്ര സംവിധാനത്തെയാണ് നമ്മൾ ഈ കേര പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയുന്ന കൃഷി എന്ന് പറയുന്നത് വില വർദ്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. അതിലൂടെ കർഷകൻ്റെ കയ്യിൽ കൂടുതൽ വരുമാനം എത്തിക്കാനാവണം. കാലാവസ്ഥ മാറാം, സ്വാഭാവികം തന്നെയാണ്. നമുക്ക് എപ്പോഴാണ് മഴ എന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് നമുക്ക് മഴ പെയ്യുന്നതെല്ലാം. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും നമ്മൾ എത്രയോ കാലം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ വലിയ മഴ, പക്ഷേ ഇപ്പം അങ്ങനല്ല. മകരത്തിൻ്റെയും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടവം പകുതിയാകുമ്പോൾ മഴയുമായി ബന്ധപ്പെട്ട എത്രയെത്ര പഴഞ്ചൊല്ലുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാത്തിലും മാറ്റമായി. കാലാവസ്ഥ ഇനിയും മാറാം. പക്ഷേ കർഷകൻ്റെ ആത്മവിശ്വാസം മാറരുത്. കാലാവസ്ഥ മാറാം, കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. പക്ഷേ കർഷകൻ്റെ ആത്മവിശ്വാസത്തിൽ ഒരു മാറ്റം ഉണ്ടാവരുത്. കർഷകൻ്റെ ആത്മവിശ്വാസം മാറിപ്പോയാൽ അവർ കൃഷിയിടത്തിൽ നിന്ന് മാറുന്നതിലേക്കാണ് എത്തുക. കർഷകൻ കൃഷിയിടത്തിൽ നിന്ന് മാറിയാൽ നമുക്ക് പിന്നെ ഭക്ഷിക്കാൻ എന്ത് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടാകുന്ന അവസരത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിങ്ങൾ വിളിക്കാറില്ലേ? എല്ലാവരും ആദ്യം ചെയ്തത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് സംഭരിക്കുക എന്നുള്ളതാണെന്ന് എല്ലാവരും പറയുന്നു. കുറേ ദിവസങ്ങളിലേക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യുദ്ധത്തെക്കാൾ തീവ്രമായൊരു പ്രശ്നമായി നമുക്ക് വരും ഭക്ഷണ സാധനം കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവാം, പക്ഷേ കാലാവസ്ഥ മാറുമ്പോൾ ആത്മവിശ്വാസം മാറരുത്. ആത്മവിശ്വാസം മാറാതിരിക്കാൻ കുറേ വർത്തമാനം പറഞ്ഞാൽ പോരാ. അവരെ സഹായിക്കാനുള്ള നയവും പദ്ധതിയും ഉണ്ടാവണം. നയങ്ങൾ പരാജയപ്പെട്ടാൽ കർഷകൻ പരാജയപ്പെടും. നയങ്ങൾ പരാജയപ്പെട്ടാൽ അവിടെ കൃഷിയും പരാജയപ്പെടും. ഈ നയം ഉണ്ടാക്കുന്നത് ആരാണ്? നയം ഉണ്ടാക്കുന്നത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ഭരണകൂടം നയവും പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ കാലാവസ്ഥ മാറിയാലും ആത്മവിശ്വാസം മാറാതെ ഇരിക്കും. ആ ആത്മവിശ്വാസം മാറാതെ ഇരിക്കാൻ നമുക്ക് പദ്ധതിയും പണവും അനിവാര്യമാണ്. 2595 കോടി രൂപ വരുന്ന 5 കൊല്ലക്കാലം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വിനിയോഗിക്കുമ്പോൾ അതിലേതാണ്ട് 2000 കോടിയോളം രൂപ ബജറ്റിന് പുറത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമ്മൾ നടപ്പിലാക്കുമ്പോൾ കർഷകൻ്റെ ആത്മവിശ്വാസം മാറാതെ, അതാണ് സന്തോഷകരമായ കാര്യം എന്ന് ഞാൻ പറഞ്ഞത്. ഈ 5 കൊല്ലക്കാലത്തിനിടയിൽ എത്രയോ പ്രകൃതിക്ഷോഭങ്ങളുള്ള ഇടങ്ങളിൽ പോയി. ഇപ്പോൾ ഒരു വലിയ മഴ പെയ്തപ്പോൾ ചേർത്തല തെക്ക് നിന്ന്, കടക്കരപ്പള്ളിയിൽ നിന്ന്, പട്ടണക്കാട്ട് നിന്ന്, മറ്റ് പല കഞ്ഞിക്കുഴിയിൽ നിന്നൊക്കെ കർഷകർ വിളിച്ചു, ഞങ്ങളുടെ കൃഷിയെല്ലാം വെള്ളത്തിലായി, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നു എന്നും. സഹായിക്കാനും സംരക്ഷിക്കാനും സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര മഴ പെയ്തോട്ടെ, എൻ്റെ വിള എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എനിക്ക് വിൽക്കാൻ പറ്റും, വിൽപ്പനയ്ക്കകത്തെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇടപെടാനൊരു സർക്കാരുണ്ട്, നഷ്ടപരിഹാരത്തിൻ്റെ സംവിധാനമുണ്ട് എന്നൊക്കെ ഉണ്ടായാൽ ഒരു ഉറപ്പാണത്. ഈ ഉറപ്പാണ് ഞാൻ പറഞ്ഞത് കർഷകൻ്റെ ആത്മവിശ്വാസം മാറരുത് എന്ന് പറയുന്നത്. അവിടെയാണ് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷി, ശാസ്ത്രത്തെ ആശ്രയിക്കുന്ന ഉൽപ്പാദനം, വിപണിയെ നിയന്ത്രിക്കുന്ന രീതി, കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേരുന്നതെല്ലാം. പ്രകൃതിയോട് നമുക്ക് യുദ്ധം ചെയ്ത് നേടിയെടുക്കാൻ പറ്റുകയില്ല. പ്രകൃതിയോട് യുദ്ധം ചെയ്ത് വിജയിച്ച കൃഷിയും ചരിത്രത്തിൽ എവിടെയുമില്ല. പ്രകൃതിയെ മനസ്സിലാക്കി കൃഷിയുണ്ടാക്കി, ആ കൃഷിയാണ്
ചരിത്രം സൃഷ്ടിച്ചത് ലോകത്തെല്ലായിടത്തും. കേര എന്ന ഈ പദ്ധതി പ്രകൃതിയെ മനസ്സിലാക്കി കർഷകനെ വിജയിപ്പിക്കാൻ പാകത്തിൽ തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഇത് സമസ്ത മേഖലകളിലേക്കും അത് എത്തുന്നുണ്ട്. നെൽകൃഷിക്ക് എത്രമേൽ ഇതൊരു സഹായകമാവുന്നു എന്നിവിടെ നേരത്തെ പറയുകയുണ്ടായി. കാലാവസ്ഥ അടിസ്ഥാനത്തിൽ മറ്റ് വിളകൾ റബ്ബറിൻ്റെയും ഏലത്തിൻ്റെയും കാപ്പിയുടെയും കാര്യത്തിൽ നാളിതുവരെയും കൃഷി വകുപ്പിൻ്റെ അജണ്ടയിൽ വരുന്ന കാര്യമായിരുന്നില്ല ഏലവും കാപ്പിയും റബ്ബറും എല്ലാം. റബ്ബറിന് റബ്ബർ ബോർഡ്, കോഫിക്ക് കോഫി ബോർഡ്, ഏലമടക്കമുള്ളവയ്ക്ക് സ്പൈസസ് ബോർഡ്. കേന്ദ്ര ഗവൺമെൻറ് കുറേ സ്ഥാപനങ്ങളാണ്, പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കഥയുമില്ല. അതൊക്കെ ചെയ്യുന്നത് കേരളത്തിലെ കർഷകരാണ്. അവരെ സഹായിക്കണ്ടേ? അവർക്ക് എവിടുന്നാണ് സഹായിക്കാൻ വേറെ ഇനി പണം നമുക്ക് നൽകാൻ കഴിയുക? അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ നിരവധിയായ ചർച്ചകൾ നടത്തി. ഞങ്ങളുടെ ചർച്ചകളിൽ ഇതുകൂടി വന്നു. അങ്ങനെയാണ് റബ്ബറിൻ്റെ പുനർനടീലിന്, കോഫി പുനർനടീലിന്, അതിൻ്റെ പുത്തൻ ബ്രാൻഡുകൾ, അതിൻ്റെ ലബോറട്ടറി സംവിധാനം ഒക്കെയ്ക്കുമായി ഇതിനകത്ത് പണം നീക്കിവെക്കണം എന്ന് തീരുമാനിച്ചത്. അതിലൂടെ കർഷകൻ്റെ വരുമാനത്തിൽ വർധനവാണ്. പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടൽ വേണം. കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് എത്തിക്കാൻ പറ്റണം. സംസ്കരിച്ച് സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് നോക്കുകയുണ്ടായി. ചെറിയ എമൗണ്ട് അല്ല നമുക്ക് നഷ്ടമുണ്ടാവുന്നതും. വിളവെടുപ്പാനന്തര നഷ്ടം എന്നൊരു വാക്ക് നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്, വിളവെടുത്തതിന് ശേഷമുണ്ടാകുന്ന നഷ്ടമാണ്. ഈ നഷ്ടം ചെറിയ സംഖ്യയൊന്നുമല്ല കേട്ടോ. 1100 കോടി രൂപയാണ് 2023 നോക്കുമ്പോൾ ഒരു വർഷം കർഷകന് മാത്രമായി നഷ്ടമായിരിക്കുന്നത്. മൊത്തം ഏതാണ്ട് 1500 കോടിയോളം രൂപയാണ്. അത് ട്രേഡേഴ്സിന് ഉൾപ്പെടെ വരുന്നതാണ്. 1100 കോടി രൂപ ഒരു കൊല്ലം വിളവെടുപ്പാനന്തര നഷ്ടം കർഷകനുണ്ടാവുന്നത് കുറച്ചാൽ, ഇല്ലാണ്ടാക്കിയാൽ അത്രയും കർഷകൻ്റെ വരുമാനത്തിലാണ് വന്നു കയറുന്നത്. അതെത്രമാത്രം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും? ഇതിനൊക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? വിളവെടുത്തു കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ സംവിധാനം ഉണ്ടാവണം. കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥ കർഷകനുണ്ടാവരുത്. ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നതെല്ലാം. നമ്മളെല്ലാം ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരാണ്. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിലെല്ലാം വില നിശ്ചയിച്ചത് ഉൽപ്പാദിപ്പിച്ചവരാണ്. നമ്മുടെ ഷർട്ടാവട്ടെ, മറ്റ് തുണിത്തരങ്ങളാവട്ടെ, മൊബൈൽ ഫോണോ കണ്ണടയോ വാച്ചോ ഒക്കെ ആവട്ടെ, എല്ലാത്തിൻ്റെയും വില നിശ്ചയിച്ചത് ഉൽപ്പാദിപ്പിച്ചവരാണ്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് വില നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. ഇതൊരു വല്ലാത്ത ദുര്യോഗമാണ്. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണം. അതിന് വില കിട്ടുന്ന അവസരത്തിൽ വിൽക്കാൻ, സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. സംസ്കരിക്കണമെങ്കിൽ സംസ്കരിച്ച് വെക്കാൻ നമുക്ക് പറ്റണം. അതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടാവണ്ടേ? കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടാവണം. ഓരോ ഇനങ്ങൾക്കും ഓരോ ശീതീകരണ രീതികളാണ്. ആ രീതികൾക്കുള്ള സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്തണം. സംസ്കരിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിൽ ഉണ്ടാവണം. ചേർത്തലയിലെ തിരുവഴിയിൽ പണി തുടങ്ങാൻ പോകുന്ന അഗ്രോ പാർക്ക് ഇതിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണ്. കേരളത്തിൽ 5 അഗ്രോ പാർക്കുകളാണ് ഈ കേര പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുന്നത് എന്നുകൂടി പറയട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. 336 കോടി രൂപയാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയിലൂടെയും കേരളം വിനിയോഗിക്കാൻ പോകുന്നത്. ഈ 5 കൊല്ലക്കാലം ഏതാണ്ട് 2500 കോടിയോളം രൂപയാണ് നെൽകൃഷിക്ക് ഒരു കിലോ നെല്ലിന് നമ്മൾ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് വഴി നമ്മൾ കൊടുത്തത്. നമുക്ക് ഇതിന് ഈ കേര പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷിക്കാർക്കും 336 കോടിയുണ്ട്. ഓരോന്നിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോവുകയല്ല. 150 FPOകൾക്ക് സഹായമുണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട്. 50 പ്രൊഡക്റ്റീവ് അലയൻസുകൾ ഉണ്ടാവും. കൃഷിയുമായി ബന്ധപ്പെട്ട വലിയ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 50 പ്രൊഡക്റ്റീവ് അലയൻസ്. ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇത്തരം ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തി. ഒരുപാട് പേർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ബിസിനസ്സിൽ പങ്കാളികളാവുന്നതിനെക്കുറിച്ച്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും കയറ്റുമതിക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ കർഷകൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ച് നിൽക്കുകയല്ല വേണ്ടത്. കർഷകൻ ഈ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ എന്തുകൊണ്ടൊരു സംരംഭകൻ ആയിക്കൂടാ? കൃഷിക്കാരനെ സംരംഭകനാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെല്ലാം പിന്തുണ നൽകണം. ഒരു കൃഷിക്കാരൻ മാത്രം വിചാരിച്ചാൽ ഒരു സംരംഭം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കൃഷിക്കൂട്ടങ്ങളിലൂടെ അതൊക്കും, FPOകളിലൂടെ അതൊക്കും. നമ്മുടെ കർഷകരുടെ ഈ കൂട്ടായ്മകളിലൂടെ നമുക്ക് സംരംഭം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ വലിയ തരത്തിൽ വരുമാനത്തിൻ്റെ വർധന ഉണ്ടാകും. 5 അഗ്രി പാർക്കുകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. MSMEകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും നമ്മുടെ സഹായം ഉണ്ടാവും.
250 MSMEകൾക്കാണ് കേര പദ്ധതിയിലൂടെ സഹായമുണ്ടാവാൻ പോകുന്നത്. 150 കാർഷിക സ്റ്റാർട്ടപ്പുകൾ. വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഈ കേര പദ്ധതിയുടെ ഭാഗമായി അഡീഷണൽ സഹായമുണ്ടാകും എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. നവോധൻ എന്ന് പറയുന്ന പദ്ധതി കൂടി ഇന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തരിച്ചു കിടക്കുന്ന ഭൂമി അത് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭൂരഹിതരായ കർഷകരെയും ഭൂ ഉടമകളെയും ബന്ധിപ്പിക്കുന്ന ഒരു നൂതനമായ പ്ലാറ്റ്ഫോമാണ് നവോധൻ. പൂർണ്ണമായി ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. കർഷകരും ഉടമസ്ഥരും കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. ഉടമസ്ഥർക്കൊരു സംശയം, ഈ ഭൂമി കൊടുത്താൽ വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്നെല്ലാം ഉള്ളതാണ്. ആ പ്രശ്നത്തിൻ്റെ ഒരു വിഷയവും നോക്കേണ്ടതില്ല. ഇവർ തമ്മിൽ ചേർന്നുള്ള ഒരു സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ട്. അതിനനുസരിച്ച് ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ കാപ്കോ, ഇവിടെ നേരത്തെ അശോക് പറഞ്ഞു, നമ്മളൊരു അഗ്രോ ബിസിനസ് കമ്പനി ഉണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു അഗ്രോ ബിസിനസ് കമ്പനി ഉണ്ടാകുന്നത്. അശോക് പറഞ്ഞു, അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ 2 കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഈ 2 കാര്യം പൂർത്തിയാക്കണം ഈ കാലഘട്ടത്തിനുള്ളിൽ എന്ന് പറഞ്ഞു. അതിലൊന്ന്, കൃഷിക്കാർക്ക് കൂടി പങ്കാളിത്തമുള്ളൊരു കമ്പനി കേരളത്തിലുണ്ടാവണം. എന്താ അതിൻ്റെ മാതൃകയെ ഞങ്ങൾ നോക്കി. അതിൻ്റെ മാതൃക കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മാതൃകയാണ്. സിയാൽ മോഡൽ. കൃഷിക്കാരന് കൂടി പങ്കാളിത്തമുള്ളൊരു കമ്പനി ഉണ്ടാവണം. അതൊക്കെ നടക്കുമോ എന്ന് പലരും ചോദിച്ചു. ഈ ടീം, കൃഷി വകുപ്പിൻ്റെ ഒരു ടീം അതിനുവേണ്ടി സജ്ജമായി. ഉദ്യോഗസ്ഥരെ പലതവണ സിയാലിലേക്ക് വിട്ട് അവരുടെ ബൈലോയുമെല്ലാം ഞങ്ങൾ എടുത്തു നോക്കി. എത്രയോ പകലുകൾ, രാത്രികൾ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തി. അങ്ങനെ ഈ 2 വർഷം മുമ്പ് നമ്മൾ കേരള അഗ്രോ ബിസിനസ് കമ്പനി ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി എന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കട്ടെ. ഈ അഗ്രോ ബിസിനസ് കമ്പനി എന്തിനാണെന്ന് ചോദിക്കും. ആ അഗ്രോ ബിസിനസ് കമ്പനി വേണം നമുക്ക് ഈ അഗ്രോ പാർക്കുകൾ നടത്താൻ. അഗ്രോ ബിസിനസ് കമ്പനി വേണം ഈ മൂല്യവർദ്ധന ഉൾപ്പെടെ കയറ്റുമതിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ. ഞങ്ങൾ 2023 കച്ചവടക്കാരും ഉൽപ്പാദകരുമായിട്ടൊരു മീറ്റിംഗ് നടത്തി. അവരുടെ ഉൽപ്പന്നം കൃഷിക്കാരൻ്റെ ഉൽപ്പന്നമാണ്. ലോകത്തെവിടെയും കയറ്റി അയക്കാനുള്ള സാധ്യതകളൊക്കെ തേടി ഞങ്ങൾ 2023 ഒരു ബിസിനസ് ടു ബിസിനസ് മീറ്റ് നടത്തി. ആ B2B മീറ്റിൽ നടന്ന കച്ചവടം 38 കോടിയുടേതായിരുന്നു. അതിനുശേഷം ഹരിപ്പാട്ട് കൃഷി ദർശനം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെയും നടത്തി. രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനൊരു പരിപാടിയുണ്ട്, ആലപ്പുഴയിൽ ആദ്യമായിട്ട് നടത്തുകയാണ്, ഒരു ജില്ലയിൽ ആദ്യമാണ്. തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ കേരളം മൊത്തം വെച്ചിട്ടാണ് നടത്തിയത്, നമുക്കൊന്ന് നടത്തി നോക്കാം. അദ്ദേഹം എല്ലാ പിന്തുണയും നൽകി. 9 കോടി രൂപയുടെ കച്ചവടം അന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു, നമുക്കൊരു പുത്തൻ അറിവായിരുന്നു. ഇത്തവണ നമ്മൾ B2B മീറ്റ് നടത്തി. ഞങ്ങളൊക്കെ വിചാരിച്ചു, ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞത് നമുക്ക് പഴയ 38 അല്ല, അതിൻ്റെ ഒരുപാട് ഇരട്ടികളിലേക്ക് പോകും എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ ഇത്തിരി സംശയം തോന്നി. പക്ഷേ അദ്ദേഹം പറഞ്ഞിടത്ത് തന്നെ എത്തി. ശ്രീറാം വെങ്കിട്ടറാമൻ പറഞ്ഞ ഒരു 400 കോടിയുടെ ബിസിനസ് നടക്കാനുള്ള സാധ്യതയുണ്ട് സാറിന്, പക്ഷേ ഞാനത് പരസ്യമായി പറയുന്നില്ല എന്ന് പറഞ്ഞു. നല്ല ഇടപെടൽ നടത്തി. ഇക്കുറി എത്രയാണെന്നറിയുമോ നമ്മുടെ കൃഷിക്കാരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടായത്, ധാരണാപത്രം കച്ചവടക്കാരും വാങ്ങുന്നവരും തമ്മിൽ B2B മീറ്റിൽ ധാരണയെടുത്തത് 344 കോടി 50 ലക്ഷം രൂപയുടെ കരാറുണ്ടായി എന്നുള്ളത് കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു നേട്ടമാണെന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ. ഇതൊക്കെ ഇനി ആരാണ് തുടർന്ന് നടത്തുന്നത്? കാപ്കോയുടെ മുൻകൈയിൽ നടത്തും. വല്ലപ്പോഴും ഒരിക്കൽ മന്ത്രിക്ക് തോന്നുമ്പോഴോ APCക്ക് തോന്നുമ്പോഴോ ഉദ്യോഗസ്ഥർക്ക് തോന്നുമ്പോഴോ ആരുടെങ്കിലും നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നടക്കേണ്ടതല്ല ഈ പരിപാടി. 365 ദിവസവും ഇതിനാവശ്യമായ സംവിധാനം ഉണ്ടാവണം. 365 ദിവസവും B2B നടത്തിയില്ലെങ്കിലും മാസത്തിൽ തന്നെ നടത്താൻ കഴിയണം. ഇതിന് പ്രദർശനത്തിനും വിപണനത്തിനും സംവിധാനം ഉണ്ടാവണം. അതിന് ഞങ്ങൾ തിരുവനന്തപുരത്തെ ആനയറയിൽ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ കം ട്രേഡ് സെൻറ്ററിന് തറക്കല്ലിട്ട് അതിൻ്റെ പണി തുടങ്ങി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പണി നടത്തുന്നത്. ഫെബ്രുവരിയിൽ തീരുമെന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നതാണ്, പക്ഷേ മാർച്ച് മാസം കഴിഞ്ഞ് മിക്കവാറും അത് പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അതും കേരളത്തിൻ്റെ ഒരു പുത്തൻ ചുവടുവയ്പ്പാണ്. ഞാൻ പറയും, ഇങ്ങനെയുള്ള ഈ നടന്ന കാപ്കോയാണ് നവോധൻ എന്ന് പറയുന്ന തരിശ് ഇടങ്ങളിലെ കൃഷിക്കുള്ള പദ്ധതിയും നടപ്പിലാക്കാൻ പോകുന്നത്. 30,000 ഹെക്ടർ ഭൂമിയിൽ കൃഷി തിരിച്ചു കൊണ്ടുവരാനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇന്ന് 23 ഏക്കറിൽ കൃഷി നടത്താനുള്ള 3 കരാറുകൾ ഇവിടെ വെച്ച് കൈമാറുന്നു എന്നുകൂടി ഞാനതിനു വേണ്ടിയാണത് പറഞ്ഞെല്ലാം. 30,000 ഹെക്ടർ കൃഷി ചെയ്യാതെ നടക്കുന്ന 30,000 ഹെക്ടർ ഞങ്ങൾ കണ്ടെത്തുകയാണ്. ആ 30,000 ഹെക്ടറിൽ കേരളത്തിൽ കൃഷി നടക്കും. ഈ നവോധൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 23 ഏക്കറിൻ്റെ ധാരണാപത്രം ഇന്നിവിടെ കൈമാറും. തരിശായി കിടക്കുന്ന ഭൂമി
ജീവനില്ലാത്ത ഭൂമിയല്ല. തരിശ് ഭൂമി കൃഷിക്കുള്ള ജീവനുള്ള ഭൂമിയാണെന്നും ആ ഭൂമിക്ക് ജീവൻ നൽകുമെന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ 3 കരാറിലൂടെ ഈ ഭൂമി കൊടുത്ത ആൾക്കാർക്ക് എത്ര പണം കിട്ടുമെന്നറിയുമോ? ഞങ്ങളിത് കണക്ക് കൂട്ടി നോക്കി. ഏതാണ്ട് 20 ലക്ഷം രൂപയോളം റോയൽറ്റിയായി കിട്ടുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യാൻ കൊടുത്ത് അതൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായി മാറും. ഭൂമിയിൽ നിന്ന് ആൾക്കാർ മാറുമോ? ഒരു ഭയവും നിങ്ങൾക്കാർക്കും വേണ്ട. നമുക്ക് നിലവിലുള്ള നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് കാപ്കോയുടെ മുൻകൈയിൽ തയ്യാറാക്കുന്ന ഒരു സർവീസ് ലെവൽ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടാണ് ഈ കൃഷിയിലേക്ക് പോകുന്നത്. വേറെ ആരെയും നിങ്ങൾ കൂട്ടുപിടിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 ലക്ഷം രൂപ വരെ റോയൽറ്റി അവിടെ ലഭ്യമാകുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുമെല്ലാം ഇത് നമുക്ക് സഹായകമാവുന്ന ഒന്നായിട്ട് മാറും. നമുക്ക് 2031 വിപുലമായ കുറേ ആശയങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. 1 ലക്ഷം കർഷകർ ഈ കേരളത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാവണം. കേരളത്തിൽ VFPCKയുടെ കൃഷിക്കാർ ഒരു വർഷം 1 കോടി രൂപയിലൊരു കച്ചവടം നടത്തുന്ന കൃഷിക്കാരുണ്ട്. 1ഉം 2ഉം ഒന്നും അല്ല എന്നുകൂടി നിങ്ങൾ ആലോചിച്ചോണം. ഒരു വർഷം 1 ലക്ഷം രൂപയിൽ ഒരു സീസൺ, ഒരു വർഷം. ആ സ്ഥലം പാലക്കാട്. പാലക്കാട് ജില്ലയിൽ കൃഷിക്കാർ ആ VFPCKയുടെ ആ യൂണിറ്റിൽ തന്നെ ഒരു വർഷം 1 കോടിയിലധികം രൂപയുടെ പച്ചക്കറി കച്ചവടം നടത്തുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ എന്നുള്ള തരത്തിൽ അതിൻ്റെ വരുമാനം എന്ത് എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് നല്ല ധാരണയുണ്ട്. അറിയാത്തവർ കൃഷിക്കാരോടൊന്ന് ചോദിച്ചാൽ, പച്ചക്കറി കൃഷി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇത് മനസ്സിലാവും. നമുക്ക് 1 ലക്ഷം കർഷകരെ ഒരു മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് വരുന്ന 1-2 കൊല്ലക്കാലത്തിനിടയിൽ നീങ്ങാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേര അങ്ങനെല്ലാം ഉള്ളയിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്തുണയും പിൻബലവുമായി കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്ക് പ്രകൃതിയെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നമുക്ക് ഇത്തരം ഇടപെടൽ നടത്താം. നയങ്ങളുടെ ക്രൂരതയും ജനങ്ങൾക്ക് കൃഷിക്കാർക്കുണ്ടാവാൻ പാടില്ല. പ്രകൃതി ഭാഗത്തുണ്ടാവുന്നത് നമ്മൾ പ്രകൃതിയോട് കാട്ടിരുന്ന ക്രൂരതയുടെ ഭാഗമായിട്ടാണ്. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തീർത്ത് നമുക്ക് കർഷകരെ സഹായിക്കാൻ ഈ പദ്ധതി ഉപകരിക്കൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു അഭിനന്ദനം കൂടി നടത്തേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു, എത്ര തവണ ഡൽഹിയിൽ പോയി വേൾഡ് ബാങ്കിൻ്റെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകളടക്കം വലിയ അധ്വാനമാണ് കൃഷി വകുപ്പിലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഡോക്ടർ B. അശോകിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം, വിഷ്ണു അടക്കമുള്ള വ്യവസായ വകുപ്പിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, വ്യവസായ വകുപ്പിൽ പ്ലാന്റേഷൻ വകുപ്പ്, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ചെറിയ അധ്വാനമല്ല അവരുടെ ഭാഗത്തുണ്ടായത്. ഞാൻ കൃഷി വകുപ്പിൻ്റെ ചുമതലക്കാരെന്നുള്ള തരത്തിൽ ഞാൻ തന്നെ എൻ്റെ വകുപ്പിലെ ജീവനക്കാരെ അഭിനന്ദിക്കുകയാണെന്ന് അങ്ങനെ കണക്കാക്കരുത്. പക്ഷേ ഈ യോഗത്തിനകത്തത് പറയുന്നില്ല എങ്കിൽ ശരിയാവില്ല. എത്രയോ തവണകളിലായി ഈ വഴി നടക്കുമോ നടക്കില്ലയോ. ഞങ്ങൾ ഒന്നിച്ചു പോയി കേന്ദ്ര ധനകാര്യ വകുപ്പിനെ കാണാൻ. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായമില്ല, പക്ഷേ വേൾഡ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം നമുക്ക്. ആ അനുമതിക്ക് വേണ്ടി ഞങ്ങൾ എത്രയോ തവണ ഡൽഹിയിൽ പോയി, എത്ര മീറ്റിങ്ങുകൾ. ഈ പദ്ധതി ആവിഷ്കരിക്കൽ ചെറിയൊന്നും അല്ലാതെ. നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ന് ഈ പദ്ധതി തുടങ്ങുമ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അടുത്ത ദിവസം മുതൽ നടപ്പിലാവുന്ന പദ്ധതിയാണെന്ന്? അല്ല. ഞങ്ങളിതിൻ്റെ എല്ലാ പരിപാടിയും തുടങ്ങി വെച്ചു. ഇന്ന് റബ്ബർ പുനർനടിയിൽ അതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ വിതരണം ചെയ്യാൻ തുടങ്ങുകയാണ്. അപേക്ഷ ഇനി നാളെ മുതൽ സ്വീകരിക്കാൻ പോവല്ല. കാപ്പി കർഷകരുടെ അപേക്ഷ നാളെ മുതൽ സ്വീകരിക്കാൻ പോവല്ല. കനാലുകൾ വൃത്തിയാക്കുന്നതിനും നവീകരിക്കുന്നതിനും പൈസ മുടക്കാൻ നാളെ മുതൽ അതിൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ പോവല്ല. ഞങ്ങളെല്ലാ വർക്കും നടത്തി. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയത്ത് എന്നാൽ പിന്നെ കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞെടുക്കാവുന്നല്ല. ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ നടത്തി. ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് തുടങ്ങുമെന്ന് പറയുമ്പോൾ ഇന്ന് തുടങ്ങി നാളെ മുതൽ അപേക്ഷ സ്വീകരിക്കലല്ല, അതെല്ലാം ഞങ്ങൾ നടത്തി. ആനുകൂല്യത്തിൻ്റെ വിതരണം കൂടി ഈ വേദിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ പിന്നിലാണ് കുറേയേറെ പേരുടെ അത്യധ്വാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അവരൊക്കെ ശമ്പളം വാങ്ങുന്നവരൊക്കെ ആവാം, പക്ഷേ ശമ്പളം വാങ്ങുന്നുണ്ട് എങ്കിലും ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും
ഡോക്ടർ ബി അശോകിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കാപ്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഡയറക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും ഒക്കെയായി ആ അധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അവരെ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ളൊരു മന്ത്രി എന്ന തരത്തിൽ ഈ വേളയിൽ ഒരു പ്രഖ്യാപനം കൂടി എനിക്ക് നടത്തേണ്ടതുണ്ട്. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷം. ആലപ്പുഴ ജില്ലയുടെ പൊതുവായ വികസനത്തിന്, ജില്ലയുടെ കാർഷിക മേഖലയുടെ ശക്തിപ്പെടുത്തലിന് മികച്ച നേതൃത്വം നൽകിയ കളക്ടറാണ് ശ്രീ അലക്സ് വർഗീസ് IAS. അദ്ദേഹത്തിന് ഞാൻ കേരള സർക്കാരിൻ്റെ ഔദ്യോഗികമായ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നെൽകൃഷിയുടെ വികസനം, വികേന്ദ്രീകൃത നെല്ല് സംഭരണം, വിവിധ കാർഷിക പദ്ധതികളുടെ കാര്യക്ഷമമായ നടപ്പാക്കൽ എന്നിവയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നതിന് ഇടവരുത്തി. ജലസേചന മേഖലയിൽ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. ആ പ്രാവീണ്യവും കുട്ടനാടുള്ള മേഖലയടക്കമുള്ള മേഖലയുടെ ചുമതലക്കാരനും ആ വകുപ്പിൻ്റെ മേധാവിയുമായി പ്രവർത്തിച്ചിട്ടുള്ള അനുഭവവും എല്ലാം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രാവീണ്യവും അനുഭവവും നമ്മുടെ ആലപ്പുഴ പോലുള്ള ജില്ലയുടെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സാഹചര്യങ്ങളുമുള്ള ജില്ലയ്ക്ക് ഏറെ ഗുണകരമായി എന്നത് നമ്മുടെയൊക്കെ അനുഭവമാണ്. നമ്മുടെ ജലനിയന്ത്രണത്തിനും കാർഷിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഈ കാര്യങ്ങളെല്ലാം നിർണായകമാവുകയും ചെയ്തു. ജില്ലയ്ക്കും നമ്മുടെ കർഷക സമൂഹത്തിന് നൽകിയ ഈ സേവനത്തിന് പ്രത്യേകമായ സർക്കാരിൻ്റെ പ്രത്യേകമായ അഭിനന്ദന പത്രം ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IASന് നൽകും എന്ന കാര്യം ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും ഈ നാട്ടുകാരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ഉൽപാദനക്ഷമത കൂടിയ റബ്ബർ, ഏലം വിളകളുടെ പുനർനടിയിൽ നടത്തിയ കർഷകർക്കുള്ള ഗ്രാൻഡ് വിതരണമാണ് അടുത്തതായി നടക്കുന്നത്. ഗ്രാൻഡ് വിതരണം നടത്തുന്നതിന് ബഹുമാന്യ മന്ത്രി ശ്രീ P. പ്രസാദ് അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്രാൻഡ് സ്വീകരിക്കുന്നതിനായി കർഷകരുടെ പേര് പറയും പ്രകാരം വേദിയിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹപുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി റബ്ബർ കർഷകനായ ശ്രീ വിൽസൺ മാത്യു. റബ്ബർ കർഷകനായ ശ്രീ സണ്ണി ജോസഫ്. ശ്രീ മനോജ് N. റബ്ബർ കർഷകനായ ശ്രീ സുകുമാരൻ. റബ്ബർ കർഷകനായ ശ്രീ ജോജോ ജേക്കബ്. റബ്ബർ കർഷകനായ ശ്രീ സുരേഷ് ബാബു S. ഏലം കൃഷി ചെയ്യുന്ന ശ്രീ ബിപിൻ N. ജോസ്. ഏലം കർഷകനായ ശ്രീ സജീവ് ആന്റണി.
ഏലം കർഷകനായ ശ്രീ ഷൈജു മാത്യു കെ. കേര പദ്ധതിയെ MSME ഘടകത്തിൽ ഉൾപ്പെടുത്തി കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന 250 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതിന് ലക്ഷ്യമിടുന്നു. MSMEകൾക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനും ആയത് പ്രോസസ്സ് ചെയ്ത് സഹായം എത്തിക്കുന്നതിനും കെൽട്രോണിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചിട്ടുള്ള MSME പോർട്ടൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും സുസ്ഥിര വിപണിയും ഉറപ്പുവരുത്തുന്നതിനായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും അഗ്രി ബിസിനസ് പ്ലെയേഴ്സുമായി ചേർന്ന് പ്രൊഡക്റ്റീവ് അലയൻസ് അഥവാ ഉൽപാദന സഖ്യങ്ങൾ നാട്ടിലെങ്ങും ശക്തമായ കാർഷിക വിപണികളായി മാറുന്നു. ആദ്യത്തെ ഉൽപാദക സഖ്യം രൂപീകരിക്കുന്നത് മിർസ്റ്റിക്ക മലബാർ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും കക്കാओ ബീൻസും തമ്മിലാണ്. ഇവർ തമ്മിലുള്ള ഉടമ്പടി കൈമാറ്റം അതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് അവരുകളെ ക്ഷണിക്കുന്നു. കക്കാओ ബീൻസ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ചോക്ലേറ്റ് ഉൽപ്പാദന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് കക്കാओ ബീൻ ചോക്ലേറ്റ്സ്. ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കക്കാओ ബീൻ ചോക്ലേറ്റുകൾ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്നു. കക്കാओ ബീൻ ചോക്ലേറ്റ് പ്രതിനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോ റെന്നിയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മിർസ്റ്റിക്ക മലബാർ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ജാതി, കൊക്കോ, കുരുമുളക്, മറ്റ് അനുബന്ധ വിളകളുടെ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 540 ഓഹരി ഉടമകളുള്ള ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി മണ്ണ് പരിശോധന, തൈ വിതരണം, കൃഷിക്കായുള്ള ഡ്രോൺ സേവനങ്ങൾ എന്നിവയും നൽകി വരുന്നു. മിർസ്റ്റിക്ക മലബാർ FPC ചെയർമാൻ മാത്യു സെബാസ്റ്റ്യനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. കേരളത്തിലെ തരിശിടങ്ങളിൽ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ കൃഷിയോഗ്യമാക്കുന്നതിനും അവയെ ലാഭകരമാക്കുന്നതിനും വിഭാവനം ചെയ്യുന്ന നൂതന പദ്ധതിയാണ് നവോധൻ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറാതെ ഹൈടെക് കൃഷി, ഹൈഡ്രോഫോണിക്സ്, പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങിയ വാണിജ്യ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് സംസ്ഥാനത്തെ പഴം പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള കേരള അഗ്രി ബിസിനസ് കമ്പനി കേരളത്തിലെ തരിശിടങ്ങളിൽ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ കൃഷിയോഗ്യമാക്കുന്നതിനും അവയെ ലാഭകരമാക്കുവാനും വിഭാവനം ചെയ്യുന്ന നൂതന പദ്ധതിയാണ് നവോധൻ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറാതെ ഹൈടെക് കൃഷി, ഹൈഡ്രോപോണിക്സ്, പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങിയ വാണിജ്യ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് സംസ്ഥാനത്തെ പഴം പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. നവോത്ഥാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. 3 പാർട്ടികൾ തമ്മിലുള്ള സർവീസ് ലെവൽ ഉടമ്പടി കൈമാറ്റമാണ് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നത്. നവോത്ഥാൻ പദ്ധതിയുടെ ഭാഗമായി കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ ക്യാപ്കോ, എറണാകുളം ആസ്ഥാനമായ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡും എറണാകുളം ജില്ലയിലെ കർഷകനായ ശ്രീ ആദിഷ് അവരുകളെ തമ്മിലാണ് കരാർ കൈമാറുന്നത്.
അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IAS അവറുകളെ സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് കൂടി ശ്രീ രതീഷ്, ഇന്നിവിടെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറ്, നമ്മുടെ സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ബി അശോക് സാറ്, ബഹുമാനരായ ശ്രീ ആസിഫ് യൂസഫ്, ശ്രീ വിഷ്ണുരാജ് IAS, മറ്റ് വേദിയിലും സദസ്സിലെ മാന്യ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഉത്കണ്ഠാജനകവും അത്യന്തം ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്മ ഉള്ള ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഉദ്ഘാടനം. കേരള ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോഗ്രാം അഥവാ കേര പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെ കാർഷിക രംഗത്ത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷിരീതികൾ അവലംബിക്കുകയും ഇവിടെ പിന്നെ കാർഷിക മേഖല നവീകരണത്തിനും ഇത് തീർച്ചയായിട്ടും ഉതകുന്നതാണ്. ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നവർ ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു വിഷയീഭവിച്ചൊരു ജില്ലയാണ് ആലപ്പുഴ. നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് വൃശ്ചിക വേലിയേറ്റ കാലഘട്ടത്തിൽ തണ്ണീർമുക്കം ബണ്ട് അടച്ചാൽ ഉടനെ തന്നെ ഈ തണ്ണീർമുക്കത്തിൻ്റെ വടക്കുവശത്തുള്ള 3-4 പഞ്ചായത്തിൽ അരൂക്കുറ്റി ഉൾപ്പെടെ ചെങ്ങണ്ട ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലൊക്കെ വെള്ളം കയറി, ഉച്ചവേലിയേറ്റത്തിൽ വെള്ളം കയറി നശിക്കുകയും വാട്ടർ ലെവൽ ഏകദേശം സീ ലെവൽ റൈസ് വരെ 1.75 ലെവൽ വരെ എത്തുകയും ഉച്ചവേലിയേറ്റത്തിൽ തന്നെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് 2025 മെയ് തൊട്ട് ഒക്ടോബർ മാസം വരെ ഒരു 4-5 മാസത്തിനിടയ്ക്ക് വെച്ച് ഏകദേശം 5 പ്രാവശ്യം ഫ്ലഡിങ് കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഫ്ലഡിങ് ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ നമ്മൾക്ക് ഒരു അപ്രാപ്യമോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അല്ല, അതൊക്കെ നമ്മളെ കൂടി വന്ന് ചൂഴ്ന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ തരുണത്തിൽ നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് അഗ്രികൾച്ചർ സൈറ്റ് കൂടിയായ കുട്ടനാട് ഏകദേശം 55,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതല്പം കുറഞ്ഞു വരുന്നൊരവസ്ഥ സാഹചര്യമുണ്ട്. 32,000 ഹെക്ടറായിട്ട് ഞാൻ വന്നപ്പോൾ അത് കഴിഞ്ഞ വർഷം ഏകദേശം 22,000 ഹെക്ടറിലേക്ക് ചുരുങ്ങിയുണ്ട്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള പദ്ധതികളൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ വിഷയങ്ങൾ കൃഷിക്കാരുടെ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യും. നെൽകൃഷിക്ക് മാത്രം ഏകദേശം 336 കോടി രൂപ ഇതിൽ വകയിരുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ FPOs, നമ്മുടെ ഹയർ ലെവൽ മാർക്കറ്റ്, ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ചോളം ഏറ്റവും പറയേണ്ടത് മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മുടെ GI ടാഗ്ഡ് സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കറ്റിങ്ങിന് വലിയ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും നമുക്കതിനുള്ള ആവശ്യമായുള്ള കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാനും ആലപ്പുഴയിൽ വിവിധ പദ്ധതികൾ നമ്മളെ ഉദ്ദേശം പിന്നെ കേര കർഷകരെ ഉൾപ്പെടെ നമ്മുടെ ബനാന കർഷകരെ ഉൾപ്പെടെ റൈസ് പിന്നെ നെൽകർഷകരെ ഉൾപ്പെടെ ഉള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഈ ഒരു നന്ദി കുറിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല സന്തോഷമൊക്കെ അറിഞ്ഞുകൊള്ളുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ ക്യാഷ് ക്രോപ്സ്, നമ്മുടെ റബ്ബർ ഉൾപ്പെടെ നമ്മുടെ വിവിധ കോഫി ഉൾപ്പെടെയുള്ള ഏലം ഉൾപ്പെടെയുള്ള വിവിധ കർഷകരെ കൂടി ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെയുള്ള അത്യാവശ്യം സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു പ്രവർത്തന രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾക്ക് കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത്, ഞങ്ങൾ ചെയ്ത് 2 വർഷം ആവുന്നു ഇവിടെ ആലപ്പുഴ ജില്ലയിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ ജില്ലയിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അപേക്ഷിച്ച് ഒരു അഭിനന്ദനം നൽകാൻ തീർച്ചയായിട്ടും മന്ത്രി കാണിച്ച മനസ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി ബഹുമാന്യ ചേർത്തല മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ S. സോബിൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. രാധാകൃഷ്ണൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, ബഹുമാന്യനായ ജില്ലാ കളക്ടർ, പ്രിയമുള്ളവരെ, കേരളത്തിലെ കർഷകരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയെ കുതിച്ചുചാട്ടത്തിന് തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് കേര. ആ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കൃതജ്ഞത നേരുന്നതിന്
അഡീഷണൽ പ്രോജക്ട് ഡയറക്ടർ കേര ശ്രീ ആസിഫ് കെ യൂസഫ് IAS അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ പി പ്രസാദ്, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ APC ഡോക്ടർ B അശോക് സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും നമസ്കാരം. കേര പ്രോജക്റ്റ് കേരളത്തിലെ കൃഷി മേഖലയിലെ ഒരു വിപ്ലവം തന്നെയായിരിക്കും. അതിൻ്റെ ഗുണഫലങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിലെ കർഷകർക്ക് ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. കേര പ്രോജക്റ്റ് പോലെ ഒരു ഗംഭീരമായ പ്രൗഢമായ ഒരു ഇനാഗുറേഷൻ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നത്. അതിൽ നന്ദി അറിയിക്കലാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ പി പ്രസാദ് അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശ്രീ S രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിനെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രൊജക്ട് ഡയറക്ടർ ശ്രീ B അശോക് IAS അവർക്ക് നന്ദി അറിയിക്കുന്നു. ഈ പദ്ധതി വിശദീകരണം നടത്തിയ എൻ്റെ കൊളീഗ് ശ്രീ വിഷ്ണുരാജ് IASന് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അറിയിച്ച ശ്രീ S സോബിൻ, ചെയർമാൻ ചേർത്തല മുനിസിപ്പാലിറ്റി, ശ്രീ സുധർമ്മിണി, പ്രസിഡന്റ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ CK രാജേന്ദ്രൻ, പ്രസിഡന്റ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ അരുൺ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ AK പ്രസന്നൻ, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ബിന്ദു, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ PV സത്യൻ, KLDC ചെയർമാൻ, ശ്രീ B വിനോദ്, CPM റെപ്രസെൻറ്റേറ്റീവ്, ശ്രീ M ബാലചന്ദ്രൻ നായർ, കോൺഗ്രസ് S, ശ്രീ N ബദറുദ്ദീൻ, ഇന്ത്യൻ നാഷണൽ ലീഗ്, ശ്രീ ഹാപ്പി P RJD, ശ്രീ സെലീനാമ, അഡീഷണൽ ഡയറക്ടർ അഗ്രി ഡിപ്പാർട്ട്മെൻറ്റ്, ശ്രീ അൻസമ്മ ജോർജ്, ഡെപ്യൂട്ടി കമ്മീഷണർ റബ്ബർ ബോർഡ്, ശ്രീ കൃഷ്ണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ സ്പൈസസ് ബോർഡ്, ശ്രീ ആൻഡൻ, സീനിയർ സയൻറ്റിസ്റ്റ് IRI, ഡോക്ടർ ലത, സയൻറ്റിസ്റ്റ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ശ്രീ കറുത്തമണി, ജോയിൻറ്റ് ഡയറക്ടർ കോഫി ബോർഡ്, ശ്രീ സജി ജോൺ, CEO VFPCK, ശ്രീ സിന്ധു SFAC, ശ്രീ അനിൽകുമാർ, ജനറൽ മാനേജർ DIC, ശ്രീ സുകുമാരൻ AG, ഇവിടെ വന്നിരിക്കുന്ന ഫാർമർ, ശ്രീ സുരേഷ് ബാബു, ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫാർമർ, ശ്രീ PV സന്തോഷ്, കൗൺസിലർ പവർ ഹൗസ് വാർഡ് എന്നിവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ഈ പരിപാടി ഗംഭീരമായി നടത്താൻ കൂട്ടുനിന്ന കേരളയിലെയും കൃഷി വകുപ്പിലെയും ഇൻഡസ്ട്രീസ് വകുപ്പിലെയും എല്ലാ ഉദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിലെ കേര പ്രൊജക്റ്റിൻ്റെ എല്ലാ പാർട്ട്നേഴ്സുമായിട്ടുള്ള GT, SBI, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെയും ഹെൽപ്പ് ഈ പരിപാടിയിലുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ഈ പരിപാടി പങ്കെടുത്ത് ഇതിൽ വിജയമാക്കി തീർത്ത എല്ലാ കർഷകർക്കും, കർഷകരാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു മുഖ്യ ഘടകം. ഇപ്പോൾ ഈ പരിപാടിയിൽ വലിയ രീതിയിൽ എത്തിച്ചേർന്ന പരിപാടി വലിയ വിജയമാക്കി തീർത്ത എല്ലാ കർഷകർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. ചടങ്ങിന് ശേഷം മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം മാടൻ മോക്ഷം 7 മണിക്ക് വേദിക്ക് പുറത്ത് അരങ്ങേറുന്നതാണ്. ഏവരും നാടകം കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു.